ഹലോ ഇവൺ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ മുഹമ്മദ് ഷഫീഖ് ബി കൈ കെമിസ്ട്രി ടീച്ചർ. മക്കളെ എല്ലാവരും എക്സാമിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാവും അല്ലേ? അപ്പോൾ നമ്മളുടെ ഓർഗാനിക് കെമിസ്ട്രിയിൽ നമുക്ക് പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഡിറ്റക്ഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, എസ്റ്റിമേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയകളുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് കുട്ടികളുടെ ആവശ്യപ്രകാരം മാത്രമാണ് ഈ വീഡിയോ നമ്മളിവിടെ അപ്പ് ചെയ്യുന്നത്. നിങ്ങളുടെ ആവശ്യമാണ് സൈലം എന്നും കേട്ടിട്ടുള്ളത്. സോ മക്കളെ, ഈ ഒരു ഏരിയയിൽ നിന്നും നിങ്ങൾക്ക് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെ ഏത് ടൈപ്പ് ആയിരിക്കുമെന്ന് ആദ്യം സാറ് പറയാം. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങൾ മാത്രമായിരിക്കും ഇവിടുന്ന് വരിക. പക്ഷേ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് മക്കൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങളൊരു ഒരുപാട് പ്രോസസ്സുകളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പൊ ആ പ്രോസസ്സുകൾ എങ്ങനെ നടക്കുന്നു എന്നുള്ളൊരു ഐഡിയ ആണ് നിങ്ങളുടെ മനസ്സിലേക്ക് വേണ്ടത്. ലൈക്ക് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വസ്തു, ഒരു ഭക്ഷണ പദാർത്ഥം ഉണ്ടാക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ചായ ഉണ്ടാക്കുകയാണെങ്കിൽ, നമ്മൾ ആ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടല്ലോ. അപ്പൊ ഒരാളോട് നമ്മൾ എങ്ങനെയാണ് ചായ ഉണ്ടാക്കുക എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഒന്ന് എലാബറേറ്റ് ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെയാണ് ഇവിടെ എന്നല്ല എവിടെയും സയൻസിലൊക്കെ നിങ്ങൾ പ്രോസസ്സുകൾ പഠിക്കുമ്പോൾ ആ പ്രോസസ്സ് എങ്ങനെ നടക്കുന്നു എന്നുള്ള ഒരു ഐഡിയ ആണ് നിങ്ങൾ മനസ്സിലേക്ക് കയറ്റേണ്ടത്. ബാക്കി അതിന്റെ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. എനിവേ, ഇവിടെ ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എന്നുള്ളതിലേക്കാണ്. നമ്മൾ കയ്യിലേക്ക് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് തന്നാൽ ആ ഓർഗാനിക് കോമ്പൗണ്ടിൽ ഇമ്പ്യൂരിറ്റി ഉണ്ട് എന്ന് വിചാരിക്കുക. ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് നമുക്ക് ആവശ്യമില്ലാത്ത എക്സ്ട്രാ ആയിട്ട് വരുന്ന കാര്യങ്ങൾ അതിന് നമുക്ക് ഒഴിവാക്കണം. ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ് പ്യൂരിഫിക്കേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ 5 മെത്തേഡുകളാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഇത് തന്നെയാണ് നിങ്ങൾക്ക് 1 മാർക്കോ 2 മാർക്കിനോ ചോദ്യമായിട്ട് വരാറുള്ളത്. നിങ്ങളോട് റൈറ്റ് എനി 2 മെത്തേഡ്സ് ഫോർ പ്യൂരിഫൈയിങ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് ചോദിക്കാം. അപ്പൊ ഈ പറയുന്ന സബ്ലിമേഷൻ, ക്രിസ്റ്റലൈസേഷൻ, ഡിസ്റ്റിലേഷൻ, ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ, ക്രോമറ്റോഗ്രഫി, ഏതെങ്കിലും ഒരു 2 മെത്തേഡോ 3 മെത്തേഡോ എഴുതി വെക്കാം. ഇനി ഓരോ മെത്തേഡ് നമുക്ക് നോക്കുകയാണ്. മക്കൾ ആദ്യമായിട്ടുള്ള സബ്ലിമേഷൻ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്ന കാര്യമാണ്. എന്താണ് സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ? സോളിഡ് ഡയറക്റ്റ് ആയിട്ട് എന്തായി മാറുകയാണ്? സോളിഡ് ഡയറക്റ്റ് ആയിട്ട് എന്തായി മാറുകയാണ്? ഗ്യാസ് ആയി മാറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുക. അപ്പൊ ഈ ഒരു സബ്ലിമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ സബ്ലിമേഷൻ എന്ന പ്രിൻസിപ്പിൾ അനുസരിച്ച് തന്നെയാണ് നടക്കുന്നത്. അപ്പൊ ഇതിന്റെ പേരും ഇതിന്റെ പ്രിൻസിപ്പിളിന്റെ പേരും സെയിം ആണ്. എന്താ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, ഒരു പ്രോസസ്സ് നടക്കുന്നത് ഏത് തിയറിക്ക് അനുസൃതമായിട്ടാണ്, അല്ലെങ്കിൽ ഏത് കാര്യമാണ് ആ പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്, അതാണ് അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പം സബ്ലിമേഷൻ തന്നെയാണ് സബ്ലിമേഷൻ എന്ന പ്രോസസ്സിന്റെ പ്രിൻസിപ്പിൾ. അപ്പൊ നമുക്ക് ഉള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് സബ്ലിമേറ്ററി പ്രോപ്പർട്ടി ഉള്ള ആളോ അല്ലെങ്കിൽ അല്ലാത്തതോ. സബ്ലിമേറ്ററി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ലിമബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് തന്നെ സോളിഡ് എന്തായാലും ഹീറ്റ് ചെയ്താൽ ഗ്യാസ് ആവുന്ന ആളായിരിക്കണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ, എനിക്ക് എ ഉണ്ട്, ബി ഉണ്ട്. ഇതിൽ എ നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട് ആണ്, ബി ഇമ്പ്യൂരിറ്റി ആണ് വിചാരിക്കുക. അപ്പൊ എ സബ്ലിമബിൾ ആണ്, അതായത് ചൂടാക്കുമ്പോൾ ഡയറക്റ്റ് ഗ്യാസിലേക്ക് പോകും. ബി ആണെങ്കിൽ സബ്ലിമബിൾ അല്ല, അത് ഗ്യാസ് ആദ്യം സോളിഡ് ലിക്വിഡായി ലിക്വിഡ് ഗ്യാസ് ആവുന്ന നോർമൽ പ്രോസസ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ചൂടാക്കി കഴിയുമ്പോൾ ഡയറക്റ്റ് ഗ്യാസിലേക്ക് പോകുന്ന എന്റെ എ എനിക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ഇൻ കേസ് എന്റെ എ ആണ് ഇമ്പ്യൂരിറ്റി എങ്കിൽ ബി താഴെ ഉണ്ടാവും, എന്തായാലും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സിമ്പിൾ ആയിട്ട് പഠിക്കാനുള്ളൂ. സബ്ലിമേഷൻ എന്താന്ന് നിങ്ങൾ അറിഞ്ഞു വെക്കണമെങ്കിൽ, ഒന്ന് സബ്ലിമബിളും ഒന്ന് നോൺ സബ്ലിമബിൾ ആയിരുന്നെങ്കിൽ അവർ അങ്ങനെയുള്ള മിക്സറിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. നാഫ്തലീൻ സബ്ലിമേഷൻ ഉള്ള ഒരാളാണ്, അയോഡിൻ സബ്ലിമേഷൻ ഉള്ള ഒരാളാണ്, ക്യാംഫറും സബ്ലിമേഷൻ ഉള്ള ഒരാളാണ്. അപ്പൊ ഇതിന്റെയൊക്കെ മിക്സറിൽ നിന്നും ആ ഒരു ഘടകങ്ങളെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സബ്ലിമേഷൻ ഉപയോഗിക്കാം. സെറ്റ് ആണല്ലോ മക്കളെ. നെക്സ്റ്റ് വൺ ആണ് ക്രിസ്റ്റലൈസേഷൻ. സാറ് പറയുന്ന കാര്യം ആദ്യം കേട്ടതിന് ശേഷം നമുക്ക് ഈ ഡെഫിനിഷനിലേക്ക് പോകാം. ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്റെ മക്കളെ, നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. ഒരു സോൾവെന്റ് എടുക്കുകയാണ് സാർ. എന്താണ് സോൾവെന്റിന്റെ പ്രത്യേകത എന്ന് സാർ പറഞ്ഞുതരാം. എനിക്ക് എന്റെ കയ്യിൽ എയും ഉണ്ട്, ബിയും ഉണ്ട്. എനിക്ക് എ ആണ് വേണ്ടതെന്ന് വിചാരിക്കാം. ഓക്കെ, എന്താവട്ടെ, എനിക്ക് ഇത് സെപ്പറേറ്റ് ചെയ്ത് കിട്ടണം. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ബി എന്ന് പറയുന്നത് ഇവിടെ സോല്യുബിൾ അല്ല, ഇവിടെ തീരെ സോല്യുബിൾ അല്ലാത്ത ഒരാളാണ് ബി എന്ന് പറയുന്നത്. എന്നാലോ എ എന്ന് പറയുന്നത് ആദ്യം നോർമലി ഇത് സോല്യുബിൾ അല്ല, പക്ഷെ ഞാൻ നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ, നന്നായിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ എന്താകും? ഈ പറയുന്ന സോൾവെന്റിൽ ഡിസോൾവ് ആകും. ഓക്കെ, റെഡി? ചൂടാക്കുമ്പോൾ കേട്ടോ. ബി ഡിസോൾവ് ആകൂല. അപ്പൊ നമുക്കൊരു ഫിൽട്ടർ ചെയ്തെന്ന് വിചാരിച്ചോ. ഓക്കെ, ആ ഫിൽട്ടർ ചെയ്ത സമയത്ത് എന്ത് ചെയ്തിട്ടു? എനിക്കൊരു സൊല്യൂഷൻ കിട്ടി. ഈ സൊല്യൂഷൻ എന്റെ മക്കൾ ആലോചിക്കണം, ഇപ്പൊ ബി ഇല്ല, എ മാത്രമേ ഉള്ളൂ അല്ലെ? ബി എന്ന് പറയുന്നത് എന്തായി പോയി? നമ്മൾ ഫിൽട്ടർ എടുത്ത് ഒഴിവാക്കി, എ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി എന്ത് ചെയ്യും? എപ്പോഴായിരുന്നു എ ഇതിൽ സോല്യുബിൾ ആയത്? ചൂടാക്കിയപ്പോഴായിരുന്നു. ഇതിന് ഞാൻ കൂൾ ചെയ്യും. കൂൾ ചെയ്യാന്ന് പറഞ്ഞാൽ തണുപ്പിക്കുകയാണ് ഞാൻ. ഓക്കെ, തണുപ്പിക്കുകയാണ്. അപ്പൊ തണുപ്പിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? നേരത്തെ ഡിസോൾവ് ആയിട്ടുള്ള എകൾ മൊത്തം ക്രിസ്റ്റലൈസ് ചെയ്തിട്ട് എന്തായിട്ടാ? ക്രിസ്റ്റലൈസ് ചെയ്തിട്ട് അത് ക്രിസ്റ്റൽസ് ആയി തരിതരികളായിട്ട് പുറത്തേക്ക് വരും. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മളെ എ ക്രിസ്റ്റലൈസ് ചെയ്ത് പുറത്തേക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു മെത്തേഡാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ ആയിട്ട് ഞാൻ പറയാണ് കേട്ടോ. ഇതിനെ പല രൂപത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ ഇതിൽ സോല്യുബിൾ ആവുന്നത് ഇമ്പ്യൂരിറ്റി ആവാം,
ഓക്കെ, അപ്പൊ ഞാനിവിടെ എയും ബിയും എടുക്കാൻ കാരണം എന്താ, എനിക്ക് സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രം നിങ്ങൾ ആലോചിക്കുകയാണ്. അപ്പൊ മക്കളെ ഇവിടെ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിച്ചു വെക്കേണ്ടത് ക്രിസ്റ്റലൈസേഷൻ എന്ന പ്രോസസ്സ്, അതിന്റെ പ്രിൻസിപ്പിൾ എന്താണ്, എന്ത് നോക്കിയിട്ടാണ് നമ്മൾ ക്രിസ്റ്റലൈസേഷൻ എന്നുള്ള പ്രോസസ്സ് തിരഞ്ഞെടുക്കുന്നത്? ഡിഫറൻസ് ഇൻ സോലിബിലിറ്റി. ഒന്ന് സോലിബിൾ മറ്റൊന്ന് സോലിബിൾ അല്ല. അപ്പൊ സോലിബിലിറ്റി ആണ് ഈ ക്രിസ്റ്റലൈസേഷന്റെ പ്രിൻസിപ്പിൾ എന്ന് മക്കൾ ഓർത്തു വെക്കുക, നമ്പർ 1. ഓക്കെ, ഇനി മക്കളെ ക്രിസ്റ്റലൈസേഷൻ എന്ന പ്രോസസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഇനി വരാനുള്ളത് ഡിസ്റ്റിലേഷൻ ആണ്. ഡിസ്റ്റിലേഷൻ പഠിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റാവുന്ന കാര്യം, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ അറിയുന്ന കാര്യമാണ്. ഡിസ്റ്റിലേഷൻ ആദ്യം മക്കൾ പഠിച്ചു വെച്ചോ, ബോയിലിംഗ് പോയിന്റ് ആണ് അതിന്റെ പ്രിൻസിപ്പിൾ ആയിട്ട് എടുക്കുന്നത്. ബോയിലിംഗ് പോയിന്റിൽ ഡിഫറൻസ് ഉണ്ടാകുമ്പോഴാണ് ഡിസ്റ്റിലേഷൻ എന്നുള്ള പ്രോസസ്സ് നമ്മൾ സെലക്ട് ചെയ്യുക. ഈ ഡിസ്റ്റിലേഷൻ സിമ്പിൾ ഡിസ്റ്റിലേഷൻ ഉണ്ട്, അതല്ലാത്ത ഡിസ്റ്റിലേഷൻസും ഉണ്ട്. അപ്പൊ നമുക്ക് സിമ്പിൾ ഡിസ്റ്റിലേഷനിലേക്ക് നോക്കാം. ഒരാൾ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നീരാവിയായി പോകുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? വോളറ്റൈൽ എന്ന് പറയുന്നത്. എന്നാൽ ഒരാൾ നോൺ വോളറ്റൈലും ആണെങ്കിൽ നമുക്ക് ഡിസ്റ്റിലേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്ലോറോഫോം, ഇതിന് എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ക്ലോറോഫോമും അനിലും തമ്മിൽ മിക്സ് ചെയ്ത് കിടക്കാന്ന് മക്കൾ വിചാരിക്കുക. അപ്പൊ ഈ ക്ലോറോഫോമിന്റെ ബോയിലിംഗ് പോയിന്റ് മക്കൾ നോക്കിയാൽ മനസ്സിലാവും 334 കെൽവിൻ ആണ്. ഈ അനിലിന്റെ ബോയിലിംഗ് പോയിന്റ് 457 കെൽവിൻ ആണ്. അപ്പൊ നല്ല ഡിഫറൻസ് ഉണ്ട് ബോയിലിംഗ് പോയിന്റിൽ. അപ്പൊ ഞാൻ ഒരു ബീക്കർ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താ നമുക്ക് ഒരു ഡിസ്റ്റിലേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള അതിന്റെ ആ സെറ്റപ്പ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ തൽക്കാലം ഞാൻ ഒരു ബീക്കറെ വരയ്ക്കുന്നുള്ളൂ. അപ്പൊ ഇതില് ഞാൻ നേരത്തെ പറഞ്ഞ എയും ബിയും തന്നെ നമുക്ക് എടുക്കാം, എയും ബിയും തന്നെ എടുക്കാം. അപ്പൊ എ എന്ന് പറയുന്നത് ഏകദേശം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളക്കുക, ബി എന്ന് പറയുന്നത് ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കാന്ന് വിചാരിച്ചോ. അപ്പൊ ഞാനിവിടെ താഴെ ഒരു 150 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എ മാത്രമായിരിക്കും മുകളിലോട്ട് നീരാവിയായിട്ട് പോകുന്നത്. ആ ഒരു സ്റ്റീമിനെ, ആ ഒരു നീരാവിയെ, ആ ഒരു ഗ്യാസിനെ എടുത്തിട്ട് കണ്ടൻസ് ചെയ്യുക, അഥവാ കൂള് ചെയ്യുക. കൂള് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് കിട്ടും? ആ എ മാത്രം അപ്പുറത്തേക്ക് കിട്ടും, ബി ഇപ്പുറത്തും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് എന്ത്? ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ലാർജ് ഡിഫറൻസ് ബോയിലിംഗ് പോയിന്റിൽ ഉണ്ടാകുമ്പോഴേ നമ്മൾ സിമ്പിൾ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, റെഡി. എന്നാൽ ഇത് ഡിസ്റ്റിലേഷന്റെ ഒരു എന്താ അതിന്റെ ഒരു ആ ഒരു പ്രോസസ്സ് നടക്കുന്ന ഒരു സെറ്റപ്പാണ്. നോക്കണേ, ഇവിടെ നമ്മളെ കോമ്പൗണ്ട് മിക്സർ എടുത്തു, നമ്മൾ അതിനെ ചൂടാക്കി. ആരാണോ ബോയിലിംഗ് പോയിന്റ് കുറവുള്ളത് അയാൾ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലൂടെ പോയി. ഇവിടെ വാട്ടർ ഇവിടെ എന്തിനാ കൊടുക്കുന്നത് വെച്ചാൽ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഗ്യാസ് അല്ലേ, തണുത്ത് കഴിഞ്ഞാൽ അതെന്താവും? വീണ്ടും അതിന്റെ പഴയ അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ എനിവേ ഇതാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിളും പഠിച്ചല്ലോ, ഏതാണ്? ക്ലോറോഫോമും അനിലും തമ്മിലുള്ള മിക്സറിന് നമുക്ക് ഏതാ തന്ന സിമ്പിൾ ഡിസ്റ്റിലേഷൻ എന്ന് എഴുതാനായിട്ട് സാധിക്കണം. അപ്പൊ എക്സാമ്പിൾ തന്നിട്ട് അതിന് മെത്തേഡ് ഏതാണെന്ന് നിങ്ങളോട് ചോദ്യം വരാം. ഓക്കെ, അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ ഒരു എക്സാമ്പിൾ എഴുതാനും നിങ്ങളോട് എന്ത് ചെയ്യാം? ഒരു ചോദ്യമായിട്ട് നിങ്ങളോട് ചോദിക്കാം. ഇനി അത് മറ്റൊരു തരത്തിലേക്ക് നമ്മൾ കൊണ്ടുപോവാണ്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? വളരെ ചെറിയ ഡിഫറൻസ് ഉള്ളൂ ബോയിലിംഗ് പോയിന്റിൽ എന്ന് നിങ്ങൾ കരുതാം. അതായത് ആകെ 5 ഡിഗ്രി സെൽഷ്യസിന്റെ അല്ലെങ്കിൽ ഒരു 10 ഡിഗ്രി സെൽഷ്യസിന്റെ ഡിഫറൻസ് ഉള്ളൂ. നേരത്തെ 100 ഡിഗ്രി സെൽഷ്യസിന്റെ ഡിഫറൻസ് ഉണ്ടായപ്പോഴാണ് നമ്മൾ സിമ്പിൾ ഡിസ്റ്റിലേഷൻ എടുത്തത്. ചെറിയ ഡിഫറൻസ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു ചൂടാക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ചൂടാക്കുന്ന സമയത്ത് നമ്മളുടെ ആ ചെറിയ ഡിഫറൻസ് അല്ലേ അവിടെ ബോയിലിംഗ് പോയിന്റ് ഉള്ളൂ. അപ്പൊ ആ രണ്ടാളുകളും നമ്മൾ ആരൊക്കെയാണോ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ 2 കോമ്പണന്റ് എന്ത് ചെയ്യും? നീരാവിയായിട്ട് മേലേക്ക് പോകും. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഇവിടെ ആരെയും സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ ഒരു ഫ്രാക്ഷണൽ കോളം എടുക്കും. എന്താ എടുക്കുക? ഫ്രാക്ഷനേറ്റിംഗ് കോളം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ കോളം എടുക്കും. അപ്പൊ ഈ ഫ്രാക്ഷണൽ കോളം എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഇവിടെ എയും ഉണ്ടായിരുന്നു, ബിയും ഉണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കുക നമ്മൾ എ ബി വെച്ചിട്ടല്ലേ ഇതുവരെ പറഞ്ഞത്, അപ്പൊ അത് വെച്ചിട്ട് പറയാം. അപ്പൊ ഇതുവരെയൊക്കെ ഇവിടെ എയും ബിയും സെയിം അല്ലെങ്കിൽ ഏകദേശം ബോയിലിംഗ് പോയിന്റ് കുറച്ച് ഡിഫറൻസേ ഉള്ളൂ. അതുകൊണ്ട് എയും ബിയും ഒരുപോലെ തന്നെ അതിന്റെ ഗ്യാസ് ആയിട്ട് വാപ്പറായിട്ട് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും, വാപ്പറൈസ് ചെയ്ത് മുകളിലോട്ട് പോകും. അപ്പൊ ഈ ഒരു സ്ഥലത്തുമ്പം ശരിക്കും ഹീറ്റ് എനർജി, ഇപ്പൊ ഇവിടെ ഒരു 70 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിൻ്റെ ഉള്ള ചൂടെങ്കിൽ ഇവിടെയൊക്കെ ഒരു 70 ഡിഗ്രി സെൽഷ്യസ് ആവും. പക്ഷെ ഇവിടെ മുതൽ പിന്നെ ഫ്രാക്ഷനേറ്റിംഗ് കോളം വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും തടസ്സം ഉണ്ടാവും. ആ തടസ്സം കാരണം ഹീറ്റ് ഇവിടെ മേലേക്ക് എത്തുമ്പോഴത്തേക്ക് കുറച്ച് കുറഞ്ഞു വരും. ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ ഒരു 69, പിന്നെ ഒരു 68, പിന്നെ ഒരു 65, ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ എന്താ മെച്ചം? ഫോർ എക്സാമ്പിൾ എ എന്നൊരു ആളുടെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 69 ആണെന്ന് വിചാരിക്കുക. ബി എന്ന് പറയുന്ന ആളുടെ ബോയിലിംഗ് പോയിന്റ് ഒരു 65 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ 70 ആണ്, ഇവിടെ 69 ആണ്, ഇവിടെ 68 ആണ്, ഇവിടെ 65 ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾ ആലോചിക്കടാ, ഈ പറയുന്ന എ എന്ന് പറയുന്ന ആള് 69 ആണ് ബോയിലിംഗ് പോയിന്റ്. അപ്പൊ 69 താഴെയുള്ള ഹീറ്റിൽ അതിന് വേപ്പർ ആവാൻ കഴിയില്ല. അപ്പൊ എ ഏതുവരെ വരുള്ളൂ? ഇതുവരെ വരുള്ളൂ. അതിന്റെ മേലേക്ക് ആരും പോയിക്കോളും? ബിയും പോയിക്കോളും. അപ്പൊ ഫ്രാക്ഷണൽ കോളം വെക്കുമ്പോൾ ഇതൊന്നും നിങ്ങളുടെ എക്സാമിന് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കില്ല, സാർ എന്താന്നുള്ളത് പറഞ്ഞു തന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ഇവിടെ പഠിക്കണം മക്കൾ, വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ്? സ്മോൾ ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റിൽ ചെറിയ ഡിഫറൻസ് ഉള്ളെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഡിസ്റ്റിലേഷൻ ആണെന്ത്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. എക്സാമ്പിൾ മസ്റ്റ് ആയിട്ട് പഠിക്കുക. എത്തനോളും വാട്ടറും തമ്മിലുള്ള മിക്സർ.
ക്രൂഡ് ഓയിൽ പഠിക്കണം കേട്ടോ. ടോളുവിൻ ആൻഡ് സൈക്ലോഹെക്സൈൻ എന്ന് പറഞ്ഞ മിക്സർ. ഇത് നിർബന്ധമായിട്ടും എക്സാമ്പിൾസ് വെച്ച് നിങ്ങളോട് ചോദിക്കാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. അപ്പൊ നമ്മൾ ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ പഠിച്ചല്ലോ. ചെറിയ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ എന്ന് പഠിച്ചു. മറ്റൊന്നാണ് മക്കളെ ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ എന്ന് പറയുന്നത്. സാർ അതിന്റെ എന്താ കാര്യം എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താ പഠിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് പിന്നെ ഒന്ന് പറയാം. കാര്യം എത്രേ ഉള്ളൂ, ചില ആളുടെ ബോയിലിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്, വെരി ഹൈ ബോയിലിംഗ് പോയിന്റ് ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള എ ബി ഉണ്ട്. അപ്പോൾ ഇതിലുള്ള എയുടെ ബോയിലിംഗ് പോയിന്റ് നിങ്ങൾ വിചാരിച്ച ഒരു 500 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ അത്രയും വലിയ ഒരു ബോയിലിംഗ് പോയിന്റ് ആണെന്ന് വിചാരിക്കുക. പക്ഷേ ഈ ബോയിലിംഗ് പോയിന്റ് എത്തുന്നതിന് മുന്നേ തന്നെ ഒരു 400 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആകുമ്പോൾ തന്നെ ഈ പറയുന്ന കോമ്പൗണ്ടുകൾ ഒരിക്കലും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താവരുത്, എ എന്ന് പറയുന്ന സാധനം നശിച്ച് മറ്റൊരു സാധനം ആയി പോകരുത്. നമുക്ക് എ ആയിട്ട് തന്നെ വേണം അല്ലേ. പക്ഷേ ഇതിന്റെ ബോയിലിംഗ് പോയിന്റ് ഇത്രയും ഹൈ ബോയിലിംഗ് പോയിന്റ് ആണെങ്കിലും ഇത് ഏകദേശം അതിന്റെ കുറഞ്ഞ ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ തന്നെ ബോയിലിംഗ് പോയിന്റ് എത്തുന്നതിന് മുമ്പ് തന്നെ അത് ഡീകമ്പോസ് ചെയ്ത് പോവേ, അതല്ലെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും ഫോർമേഷൻ അല്ലെങ്കിൽ റിയാക്ഷൻ നടക്കുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമുക്ക് എ പുറത്തേക്ക് കിട്ടുമോ? ഒന്നുകൂടി പറയാം സാറേ. ഫോർ എക്സാമ്പിൾ 500 ആണെങ്കിൽ നിങ്ങൾ 400ൽ തന്നെ എ എന്താവുന്നു, ഒരു എന്താ പറയാ സിഒ ഏറെ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് ആയി ഡീകമ്പോസ് ചെയ്ത് പോവാന്ന് വിചാരിച്ചോ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഉദ്ദേശം അവിടെ നടക്കുമോ? ഇല്ല. അപ്പോ ബോയിലിംഗ് പോയിന്റ് 500 ആയതാണ് അതിന്റെ പ്രശ്നം. 400ലല്ലേ ഇവൻ ഡീകമ്പോസ് ചെയ്യുന്നത്. അപ്പൊ ഏകദേശം ഇയാൾ ഒരു 380 ബോയിൽ ചെയ്യായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇല്ലായിരുന്നു. ആ ബോയിലിംഗ് പോയിന്റ് എങ്ങനെയാ കുറയ്ക്കുക? ഇതൊന്നും ചോദ്യം വരൂല, അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ സാറ് കൂടുതൽ പറയാന്നുള്ളൂ കേട്ടോ. ഒരു സാധനത്തിന്റെ ബോയിലിംഗ് പോയിന്റ് കുറയ്ക്കുക എങ്ങനെയാണ്? അതിന് ചുറ്റുമുള്ള പ്രഷർ കുറച്ചാൽ മതി. കാരണം എന്താണ്, പ്രഷർ കുറയുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കുറയും. നിങ്ങൾ പഠിച്ച കാര്യമാണ്, അറിയാം നിങ്ങൾക്ക് അല്ലെ. നമ്മൾ സീ ലെവലിലുള്ള ബോയിലിംഗ് പോയിന്റ് അല്ല ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഉണ്ടാവുക. മുകളിലോട്ട് പോകുന്തോറും പ്രഷർ കുറയും, പ്രഷർ കുറയുമ്പോൾ ബോയിലിംഗ് പോയിന്റും കുറയും. ഓക്കെ, റെഡി. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അവിടെ എന്താ പറയാ പഠിക്കാൻ പറ്റുന്ന സംഭവം എന്താന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഈ പറയുന്ന ഈ പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 500 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതിന്റെ ബോയിലിംഗ് പോയിന്റ് നിങ്ങൾക്ക് 400ലേക്കോ അല്ലെങ്കിൽ 380ലേക്കോ ഒക്കെ മാറ്റാൻ പറ്റൂലേ. അപ്പൊ ബോയിലിംഗ് പോയിന്റ് കുറയ്ക്കുമ്പോൾ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ 400 ഡിഗ്രി സെൽഷ്യസ് എത്തിക്കഴിഞ്ഞാലാണ് ഇതിനെ ഡീകമ്പോസ് ചെയ്യുന്ന പ്രശ്നമുള്ളത്. ബോയിലിംഗ് പോയിന്റ് ഒരു 380 ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെ ആക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് നീരാവിയായിട്ട് മുകളിലോട്ട് പോയിക്കോളും, നമുക്ക് ഡിസ്റ്റിലേഷൻ നടത്താനായിട്ട് സാധിക്കും. അതിനെയാണ് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ എന്ന് പറയുന്നത്. ഇനി മക്കൾ എന്താ പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞുതരാം. ഒന്ന്, ഈ ഒരു തിയറി നിങ്ങളെ മനസ്സിൽ വേണം കേട്ടോ. എന്താണ് മക്കളെ? ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പ്രഷറിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ പ്രഷർ കൂടിയ ബോയിലിംഗ് പോയിന്റ് കൂടും, പ്രഷർ കുറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് കുറയും. അങ്ങനെയാണെങ്കിൽ ദിസ് മെത്തേഡ് യൂസ്ഡ് ടു പ്യൂരിഫൈ ലിക്വിഡ്സ് ഹാവിംഗ് വെരി ഹൈ ബോയിലിംഗ് പോയിന്റ്, വലിയ ബോയിലിംഗ് പോയിന്റ് ഉള്ള ലിക്വിഡ്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുക. നോക്കിയേ, ഇനി എങ്ങനെയാണിത് എന്നുള്ളത് സാർ നിങ്ങളോട് പറഞ്ഞു തന്നു. അപ്പൊ റെഡ്യൂസ്ഡ് പ്രഷർ കുറച്ചുകൊണ്ട് ബോയിലിംഗ് പോയിന്റ് കുറച്ചുകൊണ്ടാണ് ഇത് ചെയ്യുക. അതിനെ പറ്റിയൊന്നും കൂടുതൽ നിങ്ങളോട് ചോദിക്കില്ല. പക്ഷേ പല തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമുണ്ട്. ഈ എക്സാമ്പിൾ പരീക്ഷയ്ക്ക് തരും. ഗ്ലിസറോൾ ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം സ്പെൻഡിലൈയിൽ നിന്നും ഗ്ലിസറോൾ സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡ് സോപ്പ് ഇൻഡസ്ട്രിയിൽ അത് ഏതാന്ന് ചോദ്യം വരാറുണ്ട്. അപ്പൊ എഴുതണം, ഡിസ്റ്റിലേഷൻ മാത്രം എഴുതിയാൽ പോരാ, ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. എക്സാമിന് എന്ത് ചോദിക്കുന്നു എന്നുള്ളത് സാർ കൃത്യമായി പറയുന്നുണ്ട്, അതിന് പുറമെ എക്സ്പ്ലനേഷനും തരുന്നുണ്ട്. ഓക്കെ, അതെന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മെത്തേഡ് എന്താണെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്തതാണ് മക്കളെ സ്റ്റീം ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. മറ്റൊന്നുമല്ല മക്കളെ, അതായത് നമ്മളുടെ കോമ്പൗണ്ടിൽ ഒരാള്, അതായത് നമുക്ക് വേണ്ട കോമ്പൗണ്ട്, ഓർഗാനിക് കോമ്പൗണ്ട്, അതാണല്ലോ പ്യൂരിഫൈ ചെയ്യേണ്ടത്. അത് സ്റ്റീം വോളറ്റൈൽ ആണ്. സ്റ്റീം വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റീമുമായിട്ട് അതെന്ത് ചെയ്യും? സ്റ്റീം വന്നു കഴിഞ്ഞാൽ സ്റ്റീമിനോടൊപ്പം അതെന്താകും? ആവിയായി പാറി പാറി മേലേക്ക് പോകും. അതാണ് സ്റ്റീം വോളറ്റൈൽ എന്ന് പറയുന്നത്. എങ്ങനെയാ? സ്റ്റീം അതിലൂടെ കടത്തി വിടുമ്പോ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ സാറ് സ്റ്റീം വോളറ്റൈലാന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? ഇതിലൂടെ നീരാവി എന്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ നീരാവിന്റെ ഒപ്പം പാറിപ്പോകും. ഓക്കെ, അതിനാണ് സ്റ്റീം വോളറ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ എന്താണ് പരിപാടി? പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. സാറ് നീരാവിന്റെ ഒപ്പം പാറിപ്പോവെങ്കിലും സാർ ഒരിക്കലും വാട്ടറുമായിട്ട്, നീരാവി എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ ഗ്യാസ് ആണ് അല്ലെ. ഓക്കെ, വാട്ടറുമായിട്ട് എന്ത് ചെയ്യൂല, ഞാൻ റിയാക്ട് ചെയ്യൂല, ഞാൻ അതിനോടൊപ്പം ഇങ്ങനെ പാറി പോവുള്ളൂ. ഓക്കെ, പക്ഷെ ഒരിക്കലും എന്നെ ആയിട്ട് റിയാക്ട് ചെയ്യാൻ വാട്ടറിന് കഴിയൂല. അതായത് ഞാൻ വാട്ടർ ഇൻസോല്യൂബിൾ ആയിരിക്കും. എനിവേ, അപ്പം ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടുന്ന് സ്റ്റീം ഉണ്ടാക്കുകയാണ്. സ്റ്റീം ഉണ്ടാക്കിട്ടോ ആ സ്റ്റീമിനെ ഞാൻ എൻ്റെ ഓർഗാനിക് കോമ്പൗണ്ടിലേക്ക് കടത്തി വിടുകയാണ്. അപ്പൊ സ്റ്റീമാണ്, സ്റ്റീം വോളറ്റൈലാണ് ആര്? എൻ്റെ ഓർഗാനിക് കോമ്പൗണ്ട്. പോരാഞ്ഞിട്ട് ഞാൻ താഴെ ചൂടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോ ഈ സ്റ്റീമിനോടൊപ്പം ആര് പുറത്തേക്ക് പോകും? എൻ്റെ ഓർഗാനിക് കോമ്പൗണ്ടും പുറത്തേക്ക് പോകും. കാരണം എൻ്റെ ഓർഗാനിക് കോമ്പൗണ്ട് എന്തായിരിക്കണം?
സ്റ്റീം വോളറ്റൈൽ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ നമുക്ക് തണുപ്പിച്ച് കഴിഞ്ഞാൽ മക്കളെ ഇനി പറയാനുണ്ടോ? ആ തണുപ്പിച്ചതിൽ നിന്നും എനിക്ക് എൻ്റെ ഓർഗാനിക് കോമ്പൗണ്ടിനെ സെപ്പറേറ്റ് ചെയ്തെടുത്തൂടെ? പറ്റും. പക്ഷെ ഇവിടെ കണ്ടോ മക്കളെ, കുറച്ച് വെള്ളം ഇവിടെ ഉണ്ട്. എന്താ? സ്റ്റീമാണ്. ഞാൻ പറഞ്ഞു ഓർഗാനിക് കോമ്പൗണ്ട് ഒരിക്കലും വെള്ളമായിട്ട് ലയിക്കില്ല. പക്ഷെ ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ മെത്തേഡ് ഉണ്ട്. ഇതിന് ഡെൻസിറ്റി ഡിഫറൻസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്യാൻ, സിമ്പിൾ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ അല്ലേ? ഓക്കെ, അപ്പൊ ഈ ഒരു മെത്തേഡിനെയാണ് സ്റ്റീം ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ പഠിക്കേണ്ട പോയിന്റുകൾ എന്താണ് മക്കളെ? എങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ഇതിനെടുക്കുക? സ്റ്റീം വോളറ്റൈൽ ആയിട്ടുള്ള ആളുകളെ മാത്രമാണ് നമ്മൾ എന്ത് മെത്തേഡിന് എടുക്കുക? സ്റ്റീം ഡിസ്റ്റിലേഷൻ എടുക്കുക എന്ന് പഠിച്ചു വെക്കുക. അയാൾ എന്തായിരിക്കണം? ഇമ്മിസിബിൾ വിത്ത് വാട്ടർ, വാട്ടറുമായിട്ട് മിക്സ് ചെയ്യാത്ത ആളുമായിരിക്കണം. രണ്ട് കണ്ടീഷൻ, ഒന്ന് സ്റ്റീം വോളറ്റൈൽ ആയിരിക്കണം, മറ്റൊന്ന് ഇമ്മിസിബിൾ വിത്ത് വാട്ടർ അല്ലെങ്കിൽ ഇൻസോലിബിൾ ഇൻ വാട്ടർ. എക്സാമ്പിൾ വെരി ഇമ്പോർട്ടന്റ് ഏതൊക്കെയാ? അനിലിനും വാട്ടറും ഉള്ള മിക്സറാണ് നമ്മൾ സ്റ്റീം ഡിസ്റ്റിലേഷന് മെയിൻ ആയിട്ട് ചോദിക്കുന്ന എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. റെഡി ആണോ മക്കളെ? എക്സാമിന് നിങ്ങൾ എങ്ങനെ ചോദ്യം വരും എന്നുള്ളത് സാർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്താണ് ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ. മക്കളെ വളരെ സിമ്പിൾ ആണ് ഇതിന്റെ. അപ്പൊ ഇതുവരെ പറഞ്ഞ ഡിസ്റ്റിലേഷന്റെ പ്രിൻസിപ്പിൾ എന്തായിരുന്നു? എല്ലാ ഡിസ്റ്റിലേഷൻ ആയാലും ബോയിലിംഗ് പോയിന്റ്സ് ആണ്. അതിനു മുമ്പ് സബ്ലിമേഷന്റെ പ്രിൻസിപ്പിൾ സബ്ലിമേഷൻ ആണ്. ക്രിസ്റ്റലൈസേഷൻ പ്രിൻസിപ്പിൾ എന്താ? സോലിബിലിറ്റി ആണ്. ഇനി നമുക്ക് നോക്കാം ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ? പതിവ് വിപരീതമായിട്ട് നമുക്ക് ഇത് വായിച്ചിട്ട് നമുക്ക് പഠിക്കാം. നോക്കണേ, when an organic compound, ഒരു ഓർഗാനിക് കോമ്പൗണ്ട് നമുക്ക് പ്യൂരിഫൈ ചെയ്യേണ്ട ഓർഗാനിക് കോമ്പൗണ്ട് പ്രസന്റ് ഇൻ ആൻ അക്വസ് മീഡിയം. എന്ത് മീഡിയത്തിലായിരിക്കണം? ഇൻ അക്വസ് മീഡിയം. ഒരു അക്വസ് മീഡിയത്തിൽ പ്രസന്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട്. അത് വെള്ളവുമായിട്ട് മിക്സ് ആയി പോയ ഓർഗാനിക് കോമ്പൗണ്ട്, നമുക്ക് വെള്ളം ഒഴിവാക്കാൻ വേണ്ടിയത്. ഓക്കെ, ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് ബൈ ഷെയ്ക്കിംഗ് വിത്ത് ആൻ ഓർഗാനിക് കോമ്പൗണ്ട്. അതിനെ ഷെയ്ക്കിംഗ് വിത്ത് ആൻ ഓർഗാനിക് സോൾവെന്റ് വിച്ച് ഈസ് മോർ സോലിബിൾ ദാൻ വാട്ടർ. ഓക്കെ, വെള്ളത്തിനേക്കാൾ സോലിബിൾ ആയിട്ടുള്ള, അതായത് എന്റെ മക്കളെ ഇനി കാര്യത്തിലേക്ക് സാറ് എന്താണ് കാര്യം എന്ന് മക്കൾ പറഞ്ഞുതരാം. എടാ നോക്കണം മക്കളെ, ഇതിന്റെ ഉള്ളിൽ ഈ വെള്ളത്തിൽ എൻ്റെ ഓർഗാനിക് കോമ്പൗണ്ട് സോലിബിൾ ആയി കിടക്കുകയാണ്. ഓക്കെ, അപ്പൊ ആ സമയത്ത് ഞാൻ വേറൊരു സോൾവെന്റിനെ, എങ്ങനെയുള്ള സോൾവെന്റ് ആണ്? ഒരു ഓർഗാനിക് സോൾവെന്റിനെ, ബെൻസീനോ മണ്ണെണ്ണ അങ്ങനെ ഏതെങ്കിലുമൊക്കെ സോൾവെന്റ് ആവാം, ഓർഗാനിക് സോൾവെന്റുകളാണ് അതൊക്കെ. അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഈ ഓർഗാനിക് സോൾവെന്റിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം മക്കൾക്ക്? ഈ ഓർഗാനിക് സോൾവെന്റ് ഒരിക്കലും വെള്ളവുമായിട്ട് മിക്സ് ആവൂല. പക്ഷേ മറ്റൊരു കാര്യം എന്താ? ഇതിന്റെ ഉള്ളിലുള്ള ഓർഗാനിക് സോൾവെന്റില്ലേ, ഓർഗാനിക് കോമ്പൗണ്ടില്ലേ, വെള്ളവുമായിട്ട് മിക്സ് ആയി കിടക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട്, എനിക്ക് നമുക്ക് ആവശ്യമുള്ള ഓർഗാനിക് കോമ്പൗണ്ട്, ആ ഓർഗാനിക് കോമ്പൗണ്ടിന് വെള്ളത്തിൽ സോലബിൾ ആകുന്നതിനേക്കാൾ ഇഷ്ടം നമ്മൾ ഒഴിച്ച ഈ പുതിയ സോൾവെന്റിൽ സോലബിൾ ആകുന്നതാണ്. അപ്പൊ ഈ ഓർഗാനിക് കോമ്പൗണ്ട് ഒക്കെ മേലേക്ക് ഈ ഒരു സോൾവെന്റിലേക്ക് കയറും. ഓക്കെ, അപ്പം ഒന്നുകൂടി സാറ് പറയാം. എന്റെ ആദ്യം ഇത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. എന്താണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്? ഇതിന്റെ ഉള്ളിൽ എൻ്റെ ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട് എന്ന് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട്, എൻ്റെ എന്നല്ല, നമ്മുടെ എല്ലാവരെയും നമുക്ക് ആവശ്യമുള്ള ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട്. അത് വെള്ളത്തിൽ മിക്സ് ആയി കിടക്കുക. എന്നാൽ ഇവന് വെള്ളത്തിനേക്കാൾ ഇഷ്ടമുള്ള, വെള്ളത്തിനേക്കാൾ ഹൈ സോലിബിൾ ആയിട്ടുള്ള വേറൊരു സോൾവെന്റ് ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് ഒഴിക്കുന്നു. ആ സോൾവെന്റിന്റെ പ്രത്യേകത എന്താ? ഈ ഓർഗാനിക് കോമ്പൗണ്ട് ഒക്കെ അതിൽ സോലിബിൾ ആകും. കൂടാതെ ഇതൊരിക്കലും, ഈ സോൾവെന്റ് ഒരിക്കലും വെള്ളമായിട്ട് മിക്സ് ആവില്ല. അപ്പൊ ഇത് വേറെ വേറെ ലെയർ ആയിട്ട് ഇങ്ങനെ കാണും. കണ്ടോ, ഓർഗാനിക് കോമ്പൗണ്ട് ഒക്കെ ഇതിലേക്ക് എത്തിയപ്പോൾ അതിന്റെ കളർ മാറി, അതായത് മിക്സ് ആയി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളമായിട്ട് മിക്സ് ആയിട്ടുമില്ല. ഇനി സെപ്പറേറ്റ് ചെയ്യാലോ, ഈ സെപ്പറേറ്റിംഗ് ഫണൽ കൊണ്ട് തുറന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഈ മെത്തേഡാണ് എന്ത്? ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത മക്കളെ? ഈ ഐഡിയ ആലോചിച്ച് വെക്കുക. നമ്മളെ ആവശ്യമുള്ള ഓർഗാനിക് കോമ്പൗണ്ട് എന്തിലാ മിക്സ് ആയി പോയത്? വെള്ളത്തിൽ. അപ്പൊ നമ്മൾ എന്താ ഒഴിക്കുന്നത്? വേറൊരു ഓർഗാനിക് സോൾവെന്റ് ഒഴിക്കുന്നു. അതിന്റെ പ്രത്യേകത എന്താ? അത് നമ്മളുടെ ഓർഗാനിക് കോമ്പൗണ്ടിനെ നന്നായിട്ട് സോലിബിൾ ആക്കുകയും ചെയ്യും, എന്നാൽ വെള്ളത്തിൽ മിക്സ് ആവില്ല. ഇതാണ് അതിന്റെ പ്രത്യേകത. സോ നമ്മൾ അതിനെ സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ, റെഡി. ഇതാണ് ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. റെഡി. ഇവിടെയും ഏതാണ് പ്രിൻസിപ്പിൾ? എന്ത് നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? സോലിബിലിറ്റി നോക്കിയിട്ടാണ്. വെള്ളത്തിൽ എത്ര സോലിബിൾ, ഓർഗാനിക് സോൾവെന്റിൽ എത്ര സോലിബിൾ. അപ്പൊ സോലിബിലിറ്റി തന്നെയാണ് ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷന്റെയും പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നത്. അത് എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, റെഡി. സോലിബിലിറ്റിയും വേണമെങ്കിൽ നമുക്ക് പറയാം, ഡെൻസിറ്റി വേണമെങ്കിൽ പറയാം, പക്ഷെ സോലിബിലിറ്റി ആണ് നിങ്ങൾ മെയിൻ ആയിട്ട് പറയേണ്ടത്. ഇനി ക്രൊമറ്റോഗ്രഫി ആണ് മക്കളെ. മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് ക്രൊമറ്റോഗ്രഫി എന്ന് പറയുന്നത്. ക്രൊമറ്റോഗ്രഫി രണ്ട് ടൈപ്പ് ഉണ്ട്, അഡ്സോർപ്ഷൻ ക്രൊമറ്റോഗ്രഫിയും പാർട്ടീഷൻ ക്രൊമറ്റോഗ്രഫി. നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യത്തിലേക്ക് കടക്കാം. അഡ്സോർപ്ഷൻ ക്രൊമറ്റോഗ്രഫി ഇത് ചോദിക്കാറുണ്ട്, ടൈപ്പ് ഓഫ് ക്രൊമറ്റോഗ്രഫി തന്നെ ചോദിക്കാറുണ്ട്. അപ്പൊ അഡ്സോർപ്ഷൻ ക്രൊമറ്റോഗ്രഫി, ആദ്യം ക്രൊമറ്റോഗ്രഫി രണ്ട് ടൈപ്പാണ്, അഡ്സോർപ്ഷൻ ക്രൊമറ്റോഗ്രഫിയും പാർട്ടീഷൻ ക്രൊമറ്റോഗ്രഫിയും. അതിൽ എന്താണ് അഡ്സോർപ്ഷൻ ക്രൊമറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് അറിയോ? മറ്റൊന്നുമല്ല, അത് അതിന്റെ പ്രിൻസിപ്പിൾ എന്താന്ന് വെച്ചാൽ അഡ്സോർപ്ഷൻ ആണ്. ഒന്നാമത്തെ പോയിന്റ് അവിടെ എഴുതി വെച്ചോ. അഡ്സോർപ്ഷൻ ക്രൊമറ്റോഗ്രഫിയുടെ പ്രിൻസിപ്പിൾ എന്താ? അഡ്സോർപ്ഷൻ. ഓക്കെ, റെഡി. അപ്പം എന്താ അഡ്സോർപ്ഷൻ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. എന്താണ്? സർഫസിൽ മാത്രം നോക്കിയേ, ഇതൊന്നും ഇവിടെ പഠിക്കേണ്ടതല്ല, എന്നാലും സാറ് പറയാണ്.
ഇപ്പൊ ഒരു സോൾവെന്റിനെ ഞാൻ ഇവിടെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ സോൾവെന്റ് ഇതിന്റെ സർഫസിൽ മാത്രം, അതിന്റെ ഉള്ളിലേക്ക് പോകൂല, സർഫസിൽ മാത്രം അട്രാക്ട് ചെയ്യുന്ന ആ പ്രോസസ്സാണ് എന്ത്, അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി പഠിച്ചിട്ടുള്ള അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് കൂടി പോകുന്നതാണ്. ഞാൻ 2 എക്സാമ്പിളിലൂടെ തെളിയിച്ചു തരാം. ചോക്ക് നിങ്ങൾ മഷിയിൽ മുക്കിയാൽ ആ മഷി ചോക്കിന്റെ മേലെ കൂടെ കയറി ചോക്കിന്റെ പുറം വശത്ത് മാത്രമേ ആ മഷി ഉണ്ടാവുള്ളൂ. ഒരു നീല മഷിയാണെങ്കിൽ നീല കളറായിട്ടുണ്ടാവും. ചോക്ക് പൊട്ടിച്ചാൽ അതിൻ്റെ ഉള്ളിൽ അപ്പോഴും വെള്ള കളർ തന്നെ ആയിരിക്കും. അഥവാ ബൾക്കിലേക്ക് പോയിട്ടില്ല, പുറത്ത് സർഫസിൽ മാത്രമായിരുന്നു. അതാണ് അഡ്സോർപ്ഷൻ. എന്നാൽ നിങ്ങളൊരു സ്പോഞ്ച് വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാൽ ആ സ്പോഞ്ചിന്റെ സർഫസിലാകട്ടെ അതിന്റെ ഉള്ളിലാകട്ടെ എല്ലാം വെള്ളം കയറും. ഇതാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എനിവേ ആ ഡിഫറൻസ് നിങ്ങളോട് ചോദിക്കില്ല. പക്ഷെ അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രഫി എന്ന് പറയുന്നത് സർഫസിൽ ഇങ്ങനെ അഡ്സോർബ് ചെയ്ത് കൊണ്ടുവരാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇത് 2 ടൈപ്പാണ്, കോളം ക്രോമറ്റോഗ്രഫിയും തിൻ ലെയർ ക്രോമറ്റോഗ്രഫിയാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ പോയിന്റ് പഠിച്ചു വെക്കുക. അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രഫിയുടെ പ്രിൻസിപ്പിൾ അഡ്സോർപ്ഷൻ ആണ്. അതിന് 2 ടൈപ്പ്, കോളം ക്രോമറ്റോഗ്രഫിയും തിൻ ലെയർ ക്രോമറ്റോഗ്രഫിയും. എന്താ കോളം ക്രോമറ്റോഗ്രഫി? ഒരു ഐഡിയ വെച്ചാൽ മതി മക്കളെ, ഒന്നുമില്ല. ഈ പറയുന്ന കാര്യങ്ങളൊന്ന് മനസ്സിലേക്ക് എടുക്കുക. ഇങ്ങനെ ഒരു കോളം ഉണ്ടായിരിക്കും, കോളം. ആ കോളത്തിന്റെ പ്രത്യേകത എന്താ? ആ കോളത്തിന്റെ ഉള്ളിൽ നമ്മൾ ഈ നീല കളറിൽ നിങ്ങൾ കാണുന്നത് എന്താണ്? ഇതാണ് നമ്മൾ പറയുന്നത് എന്താണ്, സ്റ്റേഷനറി ഫേസ്. ഒരു ക്രോമറ്റോഗ്രഫിക്ക് 2 ഫേസ് ഉണ്ടായിരിക്കും, സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസും. എന്താ സ്റ്റേഷനറി ഫേസ്? അനങ്ങാതെ നിന്ന് കൊടുക്കുന്നത്. മൊബൈൽ ഫേസോ ആ സ്റ്റേഷനറി ഫേസിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ മൊബൈൽ, അതായത് ഇങ്ങനെ അനങ്ങി പോകുന്നതാണ് മൊബൈൽ ഫേസ് എന്ന് പറയുന്നത്. എനിവേ, അപ്പൊ ഈ നീലയാണ് സ്റ്റേഷനറി ഫേസ്, ഈ ചുവപ്പാണ് അല്ലെങ്കിൽ ഈ ഒരു പിങ്ക് കളറിൽ കാണുന്നതാണ് എന്ത്, അവിടുത്തെ മൊബൈൽ ഫേസ്. അതിന്റെ 2ന്റെയും നടുവിലെടുത്തത് എന്താ? ഇതാണ് എന്റെ ഓർഗാനിക് കോമ്പൗണ്ട്, എനിക്ക് പ്യൂരിഫൈ ചെയ്യേണ്ട ഓർഗാനിക് കോമ്പൗണ്ട്. ഈ ഓർഗാനിക് കോമ്പൗണ്ടിൽ ആരൊക്കെ ഉണ്ട്? ഒരു എക്സും ഉണ്ട്, ഒരു വൈയും ഉണ്ട് എന്ന് മക്കൾ കരുതിക്കോ. എക്സും ഉണ്ട്, വൈയും ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഞാൻ എൻ്റെ ഈ പറയുന്ന മൊബൈൽ ഫേസ് അഥവാ സോൾവെന്റിനെ ഇതിനുള്ളിലൂടെ ഇങ്ങോട്ട് ഒഴിച്ചു. ആ സോൾവെന്റ് എന്ത് ചെയ്യും? ഈ കോമ്പൗണ്ടും കൂട്ടി തന്നെ ഇതിൻ്റെ ഉള്ളിലൂടെ ഒഴുകി താഴേക്ക് പോകും. ആ പോകുമ്പോൾ നിങ്ങൾ അറിയണം, ഇവിടെ എടുത്തിട്ടുള്ള സ്റ്റേഷനറി ഫേസിൽ എക്സും ഉണ്ട്, നമ്മളെ കോമ്പൗണ്ടിൽ വൈയും ഉണ്ട്. അതിൽ ഈ സ്റ്റേഷനറി ഫേസിലൂടെ ഒഴുകി പോകുമ്പോൾ എക്സിന് എത്രത്തോളം അഡ്സോർപ്ഷൻ ഉണ്ടോ അതാവൂല വൈക്ക് ഉണ്ടാവുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എക്സിന് അഡ്സോർപ്ഷൻ കൂടുതലാണ്, അഥവാ സർഫസുമായി ഒട്ടിപ്പിടിക്കാനുള്ള കഴിവ് കൂടുതലാണ്. അങ്ങനെയാണ് ഈ എക്സുകളൊക്കെ കൂടുതൽ ദൂരം പോവാതെ ഇവിടെ തന്നെ അങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കും. എന്നാൽ വൈ ഈ മൊബൈൽ ഫേസിനോടൊപ്പം ഇങ്ങനെ വന്ന് വൈ ചിലപ്പോൾ ഇതുവരെയൊക്കെ എത്തും. അപ്പം മനസ്സിലായോ? അഡ്സോർപ്ഷനിലുള്ള ഡിഫറൻസ് നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ സെപ്പറേറ്റ് ചെയ്തത്. ആദ്യം എക്സും വൈ ഒപ്പരായിരുന്നു, പക്ഷേ ഈ മൊബൈൽ ഫേസിനോടൊപ്പം സ്റ്റേഷനറി ഫേസിൽ എത്തിയ സമയത്ത് അഡ്സോർപ്ഷൻ, ആ സർഫസുമായി ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു കപ്പാസിറ്റി എക്സിന് കൂടുതലായതുകൊണ്ട് എക്സ് വടിയും വൈ വടിയും ആ രൂപത്തിൽ സെപ്പറേറ്റ് ആവുന്നു. കണ്ടോ ഇവിടെ മക്കളെ? എക്സ് നടുവിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചു, വൈ താഴേക്ക് എത്തി. ഓക്കെ, റെഡി? ആ രൂപത്തിലുള്ള ഒരു കോളം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ക്രോമറ്റോഗ്രഫിക് മെത്തേഡാണ് കോളം ക്രോമറ്റോഗ്രഫി എന്ന് പറയുന്നത്. ഇത് രണ്ടിനും എന്തിന് എക്സാമ്പിളാ? അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രഫിക്ക് എക്സാമ്പിൾ ആണ്. ഇനി ഇത് നേരെ തിരിച്ചാൽ, ഇപ്പൊ നമ്മൾ എന്താണ്, മൊബൈൽ ഫേസ് മേലെ നിന്ന് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്തതാണ്, എന്നിട്ട് താഴേക്ക് ഇങ്ങനെ ഒഴുകുകയാണ്. അത് നേരെ തിരിഞ്ഞാൽ ആരായി? തിൻ ലെയർ ക്രോമറ്റോഗ്രഫി ആയി. സെറ്റപ്പ് കുറച്ച് മാറ്റം ഉണ്ട് എന്നുള്ളൂ മക്കളെ. ഓക്കെ, ആദ്യം ഒരു തിൻ ലെയർ എന്താന്ന് മക്കൾ പഠിച്ചോ? TLC പ്ലേറ്റ് എന്ന് പറയും. എന്താണ് TLC പ്ലേറ്റ്? തിൻ ലെയർ ക്രോമറ്റോഗ്രഫിന്റെ പ്ലേറ്റ്. ഇതിന്റെ മേലെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സോൾവെന്റ്, സിലിക്ക ജെല്ല് പോലത്തെ ഉള്ള ഏതെങ്കിലും സാധനം ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിവിടെ സ്റ്റേഷനറി ഫേസ് ആണ്. ഇനി എന്റെ മൊബൈൽ ഫേസ് ഇവിടെ ഈ ബീക്കറിൽ ഈ താഴെ ഇങ്ങനെ സൊല്യൂഷൻ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടാവും. ഇനി എന്റെ ഓർഗാനിക് കോമ്പൗണ്ട് എവിടെ ഇടുക? ഞാൻ ഇവിടെ ഇങ്ങനെ സ്പോട്ട് ചെയ്ത് കൊടുക്കും. ഇവിടെ ഇങ്ങനെ സ്പോട്ട് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ ഈ താഴെ ഞാൻ ഇവിടെ ഇങ്ങനെ എന്റെ ഓർഗാനിക് കോമ്പൗണ്ടിന് ഇടും. എന്റെ ഓർഗാനിക് കോമ്പൗണ്ടിൽ ആരൊക്കെ ഉണ്ട്? A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട് വിചാരിച്ചോ. അത് 3 എനിക്ക് സെപ്പറേറ്റ് ചെയ്യണം. അപ്പൊ താഴത്ത് നിന്ന്, നേരത്തെ മേലിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വന്നത് ഇവിടെ നേരെ തിരിച്ചായി. താഴെ നമ്മൾ ചോക്ക് മഷിയിൽ മുക്കി വെക്കുന്ന പോലെയാണിത്. താഴെ നിന്ന് എന്റെ മൊബൈൽ ഫേസ് ഇങ്ങനെ മേലേക്ക് അഡ്സോർബ് ചെയ്ത് കയറുന്ന വഴിക്ക് ആരും കൊണ്ടുപോകും? എന്റെ ഓർഗാനിക് കോമ്പൗണ്ടിന് കൊണ്ടുപോകും. ഓർഗാനിക് കോമ്പൗണ്ടിൽ അഡ്സോർപ്ഷൻ കപ്പാസിറ്റിയിൽ ഡിഫറൻസ് ആയിട്ട് അഡ്സോർപ്ഷൻ ഉള്ള A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ എക്ക് അഡ്സോർപ്ഷൻ കപ്പാസിറ്റി കൂടുതലാണ്. A അധികം ദൂരം പോകാതെ തന്നെ കുറെ ഇവിടെ തന്നെ അഡ്സോർബ് ചെയ്ത് നിൽക്കും. കുറച്ചും കൂടി ദൂരം പോകാൻ കപ്പാസിറ്റി ഉള്ള B ഇവിടെ ഉണ്ടാവും. തീരെ അഡ്സോർപ്ഷൻ കുറഞ്ഞ C നല്ല മേലെ ഉണ്ടാവും. അതിനേക്കാൾ അഡ്സോർപ്ഷൻ കുറവായിരിക്കും നമ്മൾ ഒഴിച്ച ഈ മൊബൈൽ സോൾവെന്റിന്, അത് അതിനേക്കാൾ മേലെ വരെ പോകും. ഓക്കെ, ഒന്നുകൂടി സാറ് പറയാം. നമ്മളുടെ ഓർഗാനിക്, നമ്മളുടെ എന്താണ് നമുക്ക് ആവശ്യമുള്ള കോമ്പൗണ്ട് ഇവിടെ ഇട്ടു, ഞാൻ സൊല്യൂഷൻ താഴെ വെച്ചു, അതിങ്ങനെ അഡ്സോർബ് ചെയ്ത് മേലേക്ക് ഇതുവരെ പോകുമ്പോൾ നമ്മൾ ഒഴിച്ച കോമ്പൗണ്ടിലെ ഇവിടെ എടുത്ത കോമ്പൗണ്ടിലുള്ള ആ ഒരു കമ്പോണൻസിന്റെ അഡ്സോർപ്ഷൻ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അതിനങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഇവിടെ തിൻ ലെയർ ക്രോമറ്റോഗ്രഫി. അപ്പൊ യൂസിങ് എ തിൻ ലെയർ എന്നുള്ളതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. ഇവിടെ മറ്റൊരു സാധനം മെയിൻ ആയിട്ട് നിങ്ങൾ ഓർക്കണം, റിട്ടാർഡേഷൻ ഫാക്ടർ അതല്ലെങ്കിൽ RF വാല്യൂ.
ഇത് വലിയ സംഭവമായിട്ട് നിങ്ങൾ കരുതാണ്ട്, അതിന്റെ വാല്യൂസ് ഒക്കെ നിങ്ങൾക്ക് തരും. പക്ഷെ കണ്ടുപിടിക്കണേ എങ്ങനെയാന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് വേണം. മക്കളെ നോക്കിയേ, ഇതാണ് നമ്മൾ തിൻ ലെയർ എന്ന് വിചാരിച്ചോ. ഇവിടെയാണ് നമ്മൾ ഒറിജിൻ, നമ്മൾ എന്തെടുക്കുക, നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുന്ന സ്ഥലം. എന്റെ സോൾവെന്റ്, അതായത് മൊബൈൽ ഫേസ് ഇങ്ങനെ കയറി ഇതുവരെ പോകും, ഇതുവരെ പോകാനുള്ള കപ്പാസിറ്റി അതിനുണ്ട്. ഓക്കെ, അതിന്റെ ഇടയിൽ എന്റെ ഓരോ കമ്പോണന്റും ഇങ്ങനെ സെപ്പറേറ്റ് ആയി താഴെ കിടക്കുന്നുണ്ടാവും അതിന്റെ അഡ്സോർപ്ഷൻ കപ്പാസിറ്റിക്ക് അനുസരിച്ച്. ഫോർ എക്സാമ്പിൾ റെഡ് കളറും പർപ്പിൾ കളറും ബ്ലൂ കളറും ആണെന്ന് വിചാരിക്കുക. അപ്പൊ റെഡ് കളറിന്റെ ഈ റെഡ് എന്ന ഈ ഒരു കമ്പോണന്റിന്റെ റിട്ടാർഡേഷൻ ഫാക്ടർ ആണ് നിങ്ങൾ കാണണമെങ്കിൽ ഒറിജിനിൽ നിന്നും അത് എത്ര ദൂരം സഞ്ചരിച്ചു, ഇവിടെ 2 സെന്റിമീറ്റർ ആണ്, ഡിവൈഡഡ് ബൈ നമ്മുടെ മൊബൈൽ ഫേസ് അഥവാ സോൾവെന്റ് മൊത്തം സഞ്ചരിച്ച ദൂരം എത്ര, അപ്പൊ 2/10 അങ്ങനെയാണ് റിട്ടാർഡേഷൻ ഫാക്ടർ ആണ്. അപ്പൊ മക്കളെ ഈ പർപ്പിൾ കളറിലാണ് കാണണമെങ്കിൽ അത് സഞ്ചരിച്ച ദൂരം 6 ഡിവൈഡഡ് ബൈ ആ സോൾവെന്റ് നമ്മളെ മൊബൈൽ ഫേസ് മൊത്തം സഞ്ചരിച്ചത് 10, 6/10. അപ്പൊ നോക്കി ഇങ്ങനെ വായിച്ചു നോക്കി. RF എങ്ങനെയാ, ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ സബ്സ്റ്റൻസ് ഫ്രം ദ ബേസ് ലൈനിൽ നിന്നും സബ്സ്റ്റൻസ് എത്ര മൂവ് ചെയ്തു, ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ സോൾവെന്റ് അഥവാ നമ്മുടെ മൊബൈൽ ഫേസ് ടോട്ടൽ ആയിട്ട് മൂവ് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, റിട്ടാർഡേഷൻ ഫാക്ടർ കണ്ടുപിടിക്കുക, RF വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ 2 ടൈപ്പ് അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രഫി പഠിച്ചു, കോളം ക്രോമറ്റോഗ്രഫിയും തിൻ ലെയർ ക്രോമറ്റോഗ്രഫിയും. ഇനി മക്കളെ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ വേറെ ടൈപ്പ് അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രഫി അല്ലാത്ത പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫിനെ പറ്റി പറയാണ്. മക്കളെ പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫിക്ക് നമ്മൾ എന്താണ്, പേപ്പർ ക്രോമറ്റോഗ്രഫിയാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. ഇത്രേ ഉള്ളൂ. പേപ്പർ ക്രോമറ്റോഗ്രഫിയാണ് പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫിയിൽ നമ്മൾ ഉപയോഗിക്കുക. ഏകദേശം ഇത് ഏതുപോലെയൊക്കെ തന്നെയാണ്, തിൻ ലെയർ ക്രോമറ്റോഗ്രഫി പോലെ തന്നെയാണ്. പക്ഷെ അവിടെ ഒരു തിൻ ലെയർ ആണ്, TLC പ്ലേറ്റ് ആണ് ഉപയോഗിക്കുക. പക്ഷെ ഇവിടെ എന്താണ് ഉപയോഗിക്കുന്നത്, ഇവിടെ ഒരു ക്രോമറ്റോഗ്രഫിക് പേപ്പർ ആണ് ഉപയോഗിക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്താ, ഇത് ഡിഫറൻഷ്യൽ പാർട്ടീഷനിങ് ആണ് ഇവിടെ നടക്കുന്നത്, കണ്ടിന്യൂസ് ഡിഫറൻഷ്യൽ പാർട്ടീഷനിങ് ആണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ കളറുകൾ, അതായത് ഒരു പെയിന്റിലുള്ള കളറുകൾ കണ്ടെത്താൻ, അങ്ങനെ ഡൈകളെ വേർതിരിക്കാനൊക്കെയാണ് ഇത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ ടൈപ്പ് ഓഫ് ക്രോമറ്റോഗ്രഫി 2 ടൈപ്പാണ്, അഡ്സോർപ്ഷനും പാർട്ടീഷനും. അഡ്സോർപ്ഷൻ എക്സാമ്പിൾ ആണ് തിൻ ലെയർ ക്രോമറ്റോഗ്രഫിയും കോളം ക്രോമറ്റോഗ്രഫിയും. ഓക്കെ, പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫിക്ക് എക്സാമ്പിൾ ആണ് പേപ്പർ ക്രോമറ്റോഗ്രഫി. ഇത്രയും മക്കൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കഴിഞ്ഞാൽ പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സ് കഴിഞ്ഞു. ഇനി എന്താ ഉള്ളത്, ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ പഠിക്കാം മക്കളെ, പഠിക്കല്ലേ. അതായത് ഒരു കോമ്പൗണ്ട് നിങ്ങളെ കയ്യിലേക്ക് തന്നാൽ ആ കോമ്പൗണ്ടിൽ ആരുണ്ടോ, കാർബൺ ഉണ്ടോ, ഹൈഡ്രജൻ ഉണ്ടോ ഇല്ലയോ, എത്ര ഉണ്ട് എന്നുള്ളതല്ല, അതാണ് ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് പറയുമ്പോൾ കാർബൺ ഉണ്ടാവാം, ഹൈഡ്രജൻ ഉണ്ടാവാം, നൈട്രജൻ ഉണ്ടാവാം, ഹാലജൻസ് ഉണ്ടാവാം, ഓക്സിജൻ ഉണ്ടാവാം അല്ലെ. അപ്പൊ ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്ന ടെസ്റ്റിനാണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. അതിൽ ആദ്യം നമ്മൾ ഡിറ്റക്ഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ, അതായത് കാർബൺ ഉണ്ടോ ഹൈഡ്രജൻ ഉണ്ടോ എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പൊ നമ്മളെ കോമ്പൗണ്ട് സാറ് പറയുന്ന ഈ ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ്സ് മാത്രം ശ്രദ്ധിക്കാം. നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടിനെ ഹീറ്റ് ചെയ്യാം, എന്തിന്റെ പ്രസൻസിൽ, കോപ്പർ ഓക്സൈഡ് CuO പ്രസൻസിൽ ഹീറ്റ് ചെയ്യാം. CuOയും നമ്മളുടെ ഓർഗാനിക് കോമ്പൗണ്ട് ചേർത്ത് ഹീറ്റ് ചെയ്യാം. കാർബൺ ഉണ്ടെങ്കിൽ, മക്കൾ പ്രത്യേകം കേൾക്കണേ, കാർബൺ ഉണ്ടെങ്കിൽ CuOയുമായി ഹീറ്റ് ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടിൽ കാർബൺ ഉണ്ടെങ്കിൽ കാർബൺ ഉണ്ടാവും ഓർഗാനിക് കോമ്പൗണ്ടിൽ എന്തായാലും. അപ്പൊ നിങ്ങൾ തന്ന കോമ്പൗണ്ടിൽ കാർബൺ ഉണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ വാട്ടറും ഉണ്ടാവും. ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ എന്തും ഉണ്ടാവും, വാട്ടറും ഉണ്ടാവും. ഓക്കെ, അപ്പൊ കാർബൺ ഉണ്ടോ എങ്ങനെ കണ്ടുപിടിക്കാം, കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നുണ്ടോ നോക്കിയാൽ മതി. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ വരുന്നുണ്ട്, കോപ്പർ ഓക്സൈഡുമായിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോമ്പൗണ്ടിൽ കാർബൺ ഉണ്ട്. വാട്ടർ വരുന്നുണ്ടെങ്കിൽ അതെന്താണ്, നമുക്ക് എന്താണ്, നമ്മളുടെ ഹൈഡ്രജൻ ഉണ്ട് എന്നുള്ളതിന് തെളിവാണ്. ഇനി വാട്ടർ വരുന്നത് വാട്ടർ ആണോ എന്നുള്ള നമ്മളെങ്ങനെ ഉറപ്പിക്കുക സാറേ, വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണോ എന്ന് നമ്മളെങ്ങനെ ഉറപ്പിക്കുക, അതിന് വേണ്ടിയിട്ട് വേറെ ടെസ്റ്റ് ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് ഉറപ്പിക്കാൻ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്ന കാര്യമുണ്ട്. അതിനെ നമ്മൾ എന്തിലൂടെ, കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, കാൽസ്യം ഹൈഡ്രോക്സൈഡിലൂടെ കടത്തിവിടുക. കാൽസ്യം ഹൈഡ്രോക്സൈഡ് പറഞ്ഞാൽ എന്താണ്, നമുക്ക് സ്ലൈക്ഡ് ലൈം എന്ന് പറയാൻ പറ്റും. അതിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്കത് മിൽക്കി കളർ അഥവാ വെള്ള കളറിൽ ആയി മാറും. ആ ഒരു ടെസ്റ്റിലൂടെ നമുക്ക് വന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് ഉറപ്പിക്കാം. വന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ കാർബൺ ഉണ്ടായത് കൊണ്ടാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി വെള്ളമാണ്, വാട്ടർ ആണെന്ന് എങ്ങനെ നമ്മൾ ഉറപ്പിക്കുക, ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ വാട്ടർ ഉണ്ടാവും നമ്മൾ പറഞ്ഞു അല്ലെ. എങ്ങനെ ഉറപ്പിക്കുക, അതിനെ നമ്മൾ ടെസ്റ്റഡ് വിത്ത് അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റിലേക്ക് നമ്മൾ ചേർക്കുമ്പോൾ അത് ബ്ലൂ കളറായി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വന്നത് വാട്ടർ ആണ്, സ്റ്റീം ആണ് മനസ്സിലാക്കുക. മക്കളെ ഒന്നുകൂടി സാറ് റിപ്പീറ്റ് ചെയ്യാണ്. ഡിറ്റക്ഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ എങ്ങനെയാണ്, കാർബൺ ഉണ്ടെങ്കിൽ നമ്മൾ ആകെ ചെയ്യുന്നത് നമ്മളെ തന്ന കോമ്പൗണ്ടിനെ കോപ്പർ ഓക്സൈഡ് വെച്ച് ഹീറ്റ് ചെയ്യുന്നുള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായാൽ കാർബൺ ഉണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. അത് നമ്മൾ എങ്ങനെയാണ്, കാർബൺ ഡൈ ഓക്സൈഡ് തന്നെ ആണ് വന്നത് നമ്മൾ ഉറപ്പിക്കുക. നമ്മൾ കാൽസ്യം ഹൈഡ്രോക്സൈഡിലൂടെ കടത്തി വിടുമ്പോൾ അതിനെ
മിൽക്കി കളറാക്കി മാറ്റും. ഓക്കെ, ഇനിയോ വാട്ടർ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്ടർ സ്റ്റീം ആയിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെന്താണ് ഹൈഡ്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട് ആയതുകൊണ്ടാണ്. അപ്പോൾ വാട്ടർ ആണെന്ന് ഇങ്ങനെ ഉറപ്പിക്കുക. അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റിലൂടെ നമ്മൾ ഈ വാട്ടറിനെ കടത്തി വിട്ടാൽ അത് ബ്ലൂ കളറായിട്ട് മാറും. അപ്പം ഡിറ്റക്ഷൻ ഓഫ് കാർബണും ഹൈഡ്രജനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് അപ്പൊ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മ വെക്കുക. ആരും ഇതൊന്നും ഇങ്ങനെ കാണാതെ പഠിക്കരുത്. അപ്പോൾ സാർ ഈ പറയുന്ന ആ പോയിന്റുകൾ ഉണ്ടല്ലോ, ഓക്കെ അങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു ഐഡിയ നിങ്ങളെ മനസ്സിലുണ്ടായാൽ മതി. ഓക്കെ, എന്നാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഡിറ്റക്ഷൻ ഓഫ് നൈട്രജൻ, സൾഫർ ആൻഡ് ഹാലജൻസ്. മക്കളെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എഴുതി വെച്ചോ. ലസൈൻസ് ടെസ്റ്റ്. ഹൈഡ്രജനും ഹാലജനും സൾഫർ ഒക്കെ നമ്മളുടെ കോമ്പൗണ്ടിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടെസ്റ്റിന് പറയുന്ന പേരാണ് ലസൈൻസ് ടെസ്റ്റ്. ഇതിൽ നിന്നും ചോദ്യം ഒരുപാട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ മക്കളെ ഈ ലസൈൻസ് ടെസ്റ്റിൽ നമ്മൾ ആദ്യം ലസൈൻസ് എക്സ്ട്രാക്ട് അല്ലെങ്കിൽ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കണം. അതെങ്ങനെയാ ചെയ്യേണ്ടത്? നമുക്ക് തന്ന കോമ്പൗണ്ട് നമ്മൾ എടുക്കുക, അതും സോഡിയവും തമ്മിൽ മിക്സ് ചെയ്തിട്ട് ചൂടാക്കുക. ഓക്കെ, എങ്ങനെയാ? നമുക്ക് തന്ന കോമ്പൗണ്ടിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടോന്നല്ലേ നോക്കേണ്ടത്. തന്ന കോമ്പൗണ്ട് എടുക്കുന്നു, സോഡിയം വെച്ച് ഫ്യൂസ് ചെയ്തിട്ട്, അതായത് ഉരുക്കി ചൂടാക്കുന്നു. ചൂടാക്കിയതിന് ശേഷം നമ്മൾ അതിനെ വെള്ളത്തിൽ കൊണ്ടുപോയിട്ടിട്ട് അതിനെ അരിച്ചു മാറ്റിയിട്ട് ആ താഴെ കിട്ടുന്ന ആ വെള്ളം ഉണ്ടല്ലോ, അരിച്ചു മാറ്റിയതിന് ശേഷം അതാണ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടെന്ന് കരുതുക. അതിന് ആദ്യം മക്കൾ ചെയ്യേണ്ടത് ഒരു ചെറിയ ട്യൂബിൽ ഇട്ടിട്ട് കുറച്ച് സോഡിയം അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ചൂടാക്കുക. എന്നിട്ട് ആ ട്യൂബ് കൊണ്ടുപോയിട്ട് വെള്ളത്തിലിടുമ്പോൾ പൊട്ടിത്തെറിക്കും. എനിവേ അതിൻ്റെ ഉള്ളിൽ ആ വെള്ളം ഉണ്ടല്ലോ, ആ മിക്സഡ് ആയിട്ട് കിടക്കുന്ന ആ വെള്ളം അതെടുത്തിട്ട് അരിച്ചു മാറ്റുക. അതിൽ കുറേ ചണ്ടിയൊക്കെ ഉണ്ടാവും, പോകും. ആ ഗ്ലാസ്സും ആ ട്യൂബിന്റെ ഗ്ലാസ്സൊക്കെ കണ്ട് പോകും. താഴെ കിട്ടുന്ന ഒരു എക്സ്ട്രാക്ട് ഉണ്ടാവും, അതാണ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്. അപ്പോൾ അതിനൊക്കെപ്പാട് അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആകെ ആലോചിക്കേണ്ട ലസൈൻസ് ടെസ്റ്റിൽ എന്ത് സാധനം നൈട്രജൻ ഉണ്ടോ, സൾഫർ ഉണ്ടോ, ഹാലജൻസ് ഉണ്ടോ നോക്കണമെങ്കിലൊക്കെ ആദ്യം തന്ന കോമ്പൗണ്ട് വെച്ചിട്ട് ഒരു എക്സ്ട്രാക്ട് ഉണ്ടാക്കണം. ആരെ വെച്ചിട്ട്? സോഡിയം വെച്ചിട്ട്. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കുക എന്ന് പഠിച്ചാൽ മതി. ലസൈൻസ് ടെസ്റ്റിലെ ആദ്യത്തെ സ്റ്റെപ്പ് കേട്ടോ. മേക്ക് എ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കി വെക്കാം. മക്കളെ ഒരു കാര്യം വെറുതെ ഓർത്തി വെച്ചോ. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ആണെങ്കിൽ നമ്മൾ നോക്കിയേ, നൈട്രജൻ ഉള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണെങ്കിൽ അവിടെ സോഡിയം സയനൈഡ് ഉണ്ടാവും. ഓക്കെ, സൾഫർ ഉള്ള കോമ്പൗണ്ട് ആണെങ്കിൽ സോഡിയം വെച്ച് ഹീറ്റ് ചെയ്തെങ്കിൽ അവിടെ സോഡിയം സൾഫൈഡ് ഉണ്ടാവും. ഹാലജൻ ഉള്ള ഒരു കോമ്പൗണ്ട് ആണെങ്കിൽ സോഡിയം വെച്ചിട്ട് ചെയ്തെങ്കിൽ സോഡിയം ഹാലൈഡ് ഉണ്ടാവും. NaCl, NaBr, NaI പോലത്തെ സാധനങ്ങൾ ഉണ്ടാവും. വെറുതെ ഓർത്ത് വെച്ചാൽ. ഓക്കെ, നമുക്ക് അറിയില്ലല്ലോ എന്താ ഉള്ളത്. പക്ഷെ ഇതിങ്ങനെ കിട്ടിയോണ്ട് കാര്യമില്ല. ഇനി ആ എക്സ്ട്രാക്ട് നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് ടെസ്റ്റ് ട്യൂബിലേക്ക് ഒഴിച്ചിട്ട് ഇനിയാണ് കളി നടക്കുന്നത്. നോക്കണേ, അതിലേക്ക് നമ്മൾ കുറച്ച് എക്സ്ട്രാക്ട് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് FeSO4 സൊല്യൂഷൻ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ അതിനെന്താ ചെയ്യേണ്ടത്? അതിനെ ഹീറ്റ് ചെയ്യുക, ബോയിൽ ചെയ്യുക. എന്നിട്ട് അസിഡിഫൈ കൂൾ ചെയ്യുക, തണുപ്പിക്കുക. അസിഡിഫൈഡ് വിത്ത് ഡൈല്യൂട്ട് H2SO4. ഇത്രയും പ്രോസസ്സ് ചെയ്യുക. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് കുറച്ചെടുക്കുക. അതിനെ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഫ്രഷ്ലി പ്രിപ്പയർഡ് FeSO4 വെച്ചിട്ട് ഹീറ്റ് ചെയ്തിട്ട് ബോയിൽ ചെയ്തിട്ട് പിന്നെ തണുപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം ബ്ലൂ ഓർ ഗ്രീൻ കളർ കിട്ടുകയാണെങ്കിൽ, അങ്ങനെയുള്ള ഒരു പ്രസിപ്പിറ്റേറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ കോമ്പൗണ്ടിൽ നൈട്രജൻ ഉണ്ടായിരുന്നു. അപ്പൊ നൈട്രജന്റെ ടെസ്റ്റ് എന്താ? മേക്ക് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്, ദെൻ ആഡ് ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ്. ഓക്കെ, freshly prepared ferrous sulfate, then heated and boiling. Okay, after cooling, acidified with dilute H2SO4, get blue or green precipitate, presence of nitrogen confirmed. Okay, ഇനി അതല്ല, നൈട്രജൻ അല്ല നിങ്ങളിൽ ഉള്ളതെങ്കിൽ നിങ്ങൾ ആദ്യം സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എടുക്കുന്നു. അതിലേക്ക് കുറച്ച് HNO3 നൈട്രിക് ആസിഡും കുറച്ച് സിൽവർ നൈട്രേറ്റും കൂടി ആഡ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, മക്കളെ ശ്രദ്ധിക്കണേ, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ, എങ്ങനെയുള്ള വൈറ്റ് പ്രസിപ്പിറ്റേറ്റാ? സോല്യബിൾ ഇൻ അമോണിയം ഹൈഡ്രോക്സൈഡ്, NH4OH സോല്യബിൾ ആകുന്ന വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ അതെന്തുകൊണ്ടാ? നിങ്ങളുടെ കോമ്പൗണ്ടിൽ ക്ലോറിൻ ഉണ്ട് എന്നുള്ള തെളിവാണ്. ഇനി അതല്ല, നിങ്ങൾ HNO3യും സിൽവർ നൈട്രേറ്റും വെച്ച് മിക്സ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കിട്ടിയത് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ്, സ്ലൈറ്റ്ലി സോല്യബിൾ ഇൻ അമോണിയം ഹൈഡ്രോക്സൈഡ്. യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടിയോണ്ട് മാത്രമായില്ല, സ്ലൈറ്റ്ലി പ്രിപ്പയർഡ് സോല്യബിൾ, അതായത് കുറച്ച് അമോണിയം ഹൈഡ്രോക്സൈഡിൽ സ്ലൈറ്റ്ലി സോല്യബിൾ ആയിട്ടുള്ള ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടിയെങ്കിൽ അത് ബ്രോമിന്റെ പ്രസൻസിനെയാണ് കാണിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ടേബിളിൽ നിന്നും ചോദ്യം നിങ്ങൾക്ക് ഹൈലി പ്രതീക്ഷിക്കാം. ഓക്കെ, റെഡി. ഇനി അടുത്ത എന്താണ്? നിങ്ങൾക്ക് ഇതേ ടെസ്റ്റ് തന്നെയാണ്, അഥവാ നൈട്രിക് ആസിഡും സിൽവർ നൈട്രേറ്റും തമ്മിൽ മിക്സ് ചെയ്ത് നമ്മളെ കോമ്പൗണ്ട് മിക്സ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയത് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് തന്നെയാണ്. പക്ഷെ ഇൻസോല്യബിൾ, നേരത്തെ സോല്യബിൾ ആയിരുന്നു, ഇൻസോല്യബിൾ ഇൻ അമോണിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ നമുക്ക് പറയാം അത് അയോഡിന്റെ പ്രസൻസിനെയാണ് കാണിക്കുന്നത്.
ഓക്കെ. അപ്പൊ ഹാലജന്റെ ടെസ്റ്റ് ആണ് ഇത്രയും പറഞ്ഞത്. ഹാലജന്റെ ടെസ്റ്റ്, ഇത് നൈട്രജന്റെ ടെസ്റ്റ്, ഇത് ഹാലജൻസിന്റെ ടെസ്റ്റ്. ഇതെന്താണ് അടുത്തത്? സൾഫറിന്റെ ടെസ്റ്റ് എങ്ങനെ നോക്കാം. സൾഫറിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ മക്കളെ? നമ്മളുടെ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എടുക്കുക, അതിലേക്ക് സോഡിയം നൈട്രോപ്രസൈഡ് സൊല്യൂഷൻ ഒഴിക്കുക. എന്താണ് സോഡിയം നൈട്രോപ്രസൈഡ്? ഓർത്ത് വെച്ചോ. അപ്പൊ വയലറ്റ് കളറേഷൻ, ഒരു വയലറ്റ് കളറേഷൻ, അത് പ്രഷ്യൻ ബ്ലൂ എന്നൊക്കെ പറയും, അങ്ങനെ ഒരു കളറേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സൾഫറിന്റെ പ്രസൻസ് ഉറപ്പിക്കാം. എന്തിന്റെ പ്രസൻസ് ഉറപ്പിക്കാം? സൾഫറിന്റെ പ്രസൻസ് ഉറപ്പിക്കാം. ഇനി ഇന്നുള്ള ചോദ്യം ഞങ്ങളോട് അങ്ങോട്ട് ചോദിക്കാം, സാർ ഇതൊക്കെ പാടെ പഠിച്ച് നമ്മൾ എങ്ങനെയാണ് നിങ്ങൾ ഇതിന് രക്ഷപ്പെടുക എന്നൊക്കെ നിങ്ങൾക്ക് വിചാരം ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സാർ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഞങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ്, ഞാൻ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഫ്യൂസ്ഡ് വിത്ത് ഹീറ്റഡ് വിത്ത് സോഡിയം ദെൻ മേക്ക് ആൻ എക്സ്ട്രാക്ട്, പിന്നെ ഒരു എക്സ്ട്രാക്ട് ഉണ്ടാക്കി. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ആഡ് നൈട്രിക് ആസിഡ് ആൻഡ് സിൽവർ നൈട്രേറ്റ് ടു ഇറ്റ്. നൈട്രിക് ആസിഡും സിൽവർ നൈട്രേറ്റും ഉണ്ടായി. ഫോം എ യെല്ലോ precipitate, ഒരു യെല്ലോ precipitate വിച്ച് ഇൻസോൾവ് ഇൻ അമോണിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, വാട്ട് ഈസ് ദ കോസ് ഓഫ് ദിസ് ഒബ്സർവേഷൻ? ഈ ഒബ്സർവേഷന്റെ കാരണം എന്താ? അപ്പൊ നിങ്ങൾക്ക് ആകെ ഒരു എത്ര എഴുതേണ്ടേ ഉള്ളൂ, എന്താണ്? പ്രസൻസ് ഓഫ് അയഡിൻ. അയഡിൻ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്. അതല്ലെങ്കിൽ നിങ്ങളോട് ഒറ്റയടിക്ക് ഇങ്ങനെ ചോദിക്കാം, പ്രസൻസ് ഓഫ് അയഡിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ഏതാ? അപ്പൊ ഈ പറഞ്ഞ കാര്യം, ഞാനിപ്പോ പറഞ്ഞ കാര്യം അങ്ങനെ എഴുതുക. അപ്പൊ എപ്പോഴും ആലോചിക്കുക, ലെസൈൻസ് ടെസ്റ്റ് ആണ് ഈ പറയുന്നത് മൊത്തം. ലെസൈൻസ് ടെസ്റ്റിലെ ആകെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്തായാലും നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ആദ്യം ഉണ്ടാക്കണം. പിന്നെ നിങ്ങൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിൽ ഈ പറയുന്ന റിയാക്ഷൻസ് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചാൽ നല്ലതാണ്. അഥവാ എക്സാം ടഫ് ആവുകയാണെങ്കിൽ ഈ റിയാക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, വെറുതെ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ടെസ്റ്റിലേക്ക് പോവാം, പെട്ടെന്ന് ഇനി തീരും മക്കളെ. ടെസ്റ്റ് ഫോർ ഫോസ്ഫറസ്. നമ്മളിപ്പോ കാർബൺ ഉണ്ടോ, ഹൈഡ്രജൻ ഉണ്ടോ, നൈട്രജൻ ഉണ്ടോ, സൾഫർ ഉണ്ടോ, ഹാലജൻസ് ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ പഠിച്ചു. ഇനി ഫോസ്ഫറസ് ഉണ്ടോ നമ്മളെ കോമ്പൗണ്ട് നമ്മൾ എങ്ങനെ നോക്കാം? നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുന്നു. ആ ഓർഗാനിക് കോമ്പൗണ്ടിൽ ഹീറ്റഡ് വിത്ത് ഓക്സിഡൈസിങ് ഏജന്റ്, ഒരു ഓക്സിഡൈസിങ് ഏജന്റുമായിട്ട്, അഥവാ ഏതെങ്കിലും ഒരു പെറോക്സൈഡ്, സോഡിയം പെറോക്സൈഡ് ഒക്കെ പോലുള്ള ഒരു ഓക്സിഡൈസിങ് ഏജന്റുമായിട്ട് ഹീറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ രണ്ട് ഹൈലൈറ്റ് ചെയ്ത പോയിന്റ് നോക്കി, ഓർഗാനിക് കോമ്പൗണ്ട് ഹീറ്റഡ് വിത്ത് ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്കെ, അപ്പൊ ഫോസ്ഫറസ് ഉള്ള ഒരു സാധനമാണെങ്കിൽ അവിടെ എന്താണ്? ഓക്സിഡൈസ്ഡ് ടു ഫോസ്ഫേറ്റ്. ആ കോമ്പൗണ്ടിനെ ഫോസ്ഫേറ്റ് ആക്കി മാറ്റും. പക്ഷെ നമുക്ക് കാണാനൊന്നും പറ്റൂല. ഫോസ്ഫർ ഉണ്ടെങ്കിൽ അവിടെ ഫോസ്ഫേറ്റ് ഉണ്ടാവും. അത്ര പഠിച്ചു വെക്കുക. ഓക്കെ, അതെങ്ങനെ നമ്മൾ ഉറപ്പിക്കുക? ബോയിൽഡ് വിത്ത് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡും വെച്ചിട്ട് അതിനെ ബോയിൽ ചെയ്യുക. ആദ്യം നമ്മൾ എന്താണ് ഓക്സിഡേഷൻ നടത്തിയതിന് ശേഷം നൈട്രിക് ആസിഡ് ഒഴിച്ചിട്ട് ബോയിൽ ചെയ്യുക. ദെൻ ട്രീറ്റഡ് വിത്ത് അമോണിയം മോളിബ്ഡേറ്റ്. പിന്നെ അമോണിയം മോളിബ്ഡേറ്റ് അതിലേക്ക് ഒഴിക്കുക. ഓക്കെ, അതൊക്കെ ചെയ്യുമ്പോൾ ഒരു യെല്ലോ കളറേഷൻ അവിടെ അല്ലെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഫോസ്ഫറസ് ഉണ്ട് എന്ന് ഉറപ്പിക്കാം. എങ്ങനെയാ? ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുന്നു, ആദ്യം നമ്മൾ അതിൽ ഓക്സിഡൈസിങ് ഏജന്റ് വെച്ച് ഓക്സിഡേഷൻ നടത്തുന്നു, പിന്നെ അതിന് നൈട്രിക് ആസിഡ് ഒഴിക്കുന്നു, പിന്നെ അതിലേക്ക് അമോണിയം മോളിബ്ഡേറ്റ് ഒഴിക്കുന്നു. അപ്പോൾ ഒരു യെല്ലോ കളറേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഫോസ്ഫറസ് ഉണ്ട് എന്ന് ഉറപ്പിക്കാം. ഇത്രയുമാണ് നമുക്ക് എന്തായിട്ട് പഠിക്കാനുള്ളത്? ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഏത് അനാലിസിസ്? ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആയിട്ട് പഠിക്കാനുള്ളത്. മക്കൾ വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഇതിൽ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള വളരെ ഷോർട്ട് ആയിട്ടുള്ള പോയിന്റുകൾ ഞാൻ മാർക്ക് ചെയ്ത് തരുന്നുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അടുത്താണ് മക്കളെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇതിൽ ഇക്വേഷൻസ് വരും. ഞാൻ ആദ്യം തന്നെ പറയാം, സാർ ആ ഇക്വേഷന്റെ വാല്യൂ എങ്ങനെ വന്നത്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാമിന് ആ വാല്യൂ എങ്ങനെ വന്നതെന്ന് ചോദിക്കൂല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങളുടെ ബോർഡ് എക്സാം +1 സയൻസ് ബോർഡ് എക്സാം, സ്റ്റേറ്റ് ബോർഡ് എക്സാമിന്റെ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് സാറ് എക്സാമിന്റെ തലേന്ന് പോയിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് അത് ഗുണം ചെയ്യൂല. മറിച്ച് അതെങ്ങനെയാണ് എന്നുള്ളൊരു ചെറിയൊരു ഐഡിയ നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പ്രോബ്ലം വന്നാൽ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇക്വേഷൻസ് നിങ്ങൾക്ക് കാണാതെ ബൈഹാർട്ടായിട്ട് പഠിക്കലായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എങ്കിലും ചില ഇക്വേഷൻസ് ഒക്കെ നമുക്കൊരു കണക്ഷൻ ഒക്കെ കിട്ടും. റെഡി, നമുക്ക് എന്തായാലും കാര്യത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ടെസ്റ്റുകളുടെ പേരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ഇന്ന പ്രത്യേകത എന്താ? നമ്മൾ ഇതുവരെ പറഞ്ഞത് ഉണ്ടോ ഇല്ലയോ എന്നാണ്. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര ഉണ്ട്? ഇപ്പൊ കാർബൺ ഉണ്ട് നമ്മൾ കണ്ടുപിടിച്ചു, ഹൈഡ്രജൻ ഉണ്ട് കണ്ടുപിടിച്ചു, പക്ഷെ എത്ര കാർബൺ ഉണ്ട്, എത്ര അളവുണ്ട്, എത്ര പെർസെന്റേജ് ഉണ്ട്, അതാണ് നമ്മൾ ഇനി ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിലൂടെ നോക്കുന്നത്. അപ്പൊ എസ്റ്റിമേഷൻ അതിനെ പറയാം. അപ്പൊ എസ്റ്റിമേഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ, മക്കളെ പേര് പഠിച്ചു വെച്ചോ, ലെയ്ബിഗ്സ് കമ്പഷൻ മെത്തേഡ്. ഓക്കെ, ലെയ്ബിഗ്സ് മെത്തേഡ് എന്നുള്ള ഈ പേര് പഠിച്ചു വെക്കാം. പേര് ഓക്കെ ആണോ? റെഡിയാണോ? മക്കളെ സംഭവം ഒന്നുമില്ല, ഞാൻ പെട്ടെന്ന് കാര്യം പറഞ്ഞില്ല. ഇങ്ങനൊരു ട്യൂബാണ്, വെറുതെ കേട്ടിരുന്നാൽ മതി. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ കോമ്പൗണ്ട് വെച്ചിട്ട് ഹീറ്റ് ചെയ്യുന്നു. എന്താ? കോപ്പർ ഓക്സൈഡിന്റെ പ്രസൻസിൽ. നേരത്തെ പറഞ്ഞു, കോപ്പർ ഓക്സൈഡിന്റെ പ്രസൻസിൽ കാർബണും ഹൈഡ്രജനും ഉള്ള കോമ്പൗണ്ട് ഹീറ്റ് ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാവും.
അങ്ങനെ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെയും വാട്ടറിനെയും കോപ്പർ ഓക്സൈഡിന്റെ പ്രസൻസിലാണ് ഞാൻ അങ്ങനെ ചൂടാക്കി കൊണ്ടേത്. ഇവിടെ ഞാൻ കുറച്ച് കാൽസ്യം ക്ലോറൈഡ് എടുത്താണ്, ഇവിടുത്തെ കുറച്ച് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എടുത്താണ്. ഓക്കെ, അപ്പൊ ഈ കാൽസ്യം ക്ലോറൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ഞാൻ എന്തിനാ എടുത്തതെന്ന് അറിയോ? കാൽസ്യം ക്ലോറൈഡ് ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് എടുത്ത സമയത്ത് സ്വാഭാവികമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഇവിടെ വന്നിട്ട് മിക്സ് ആയിക്കോളും. ഈ വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ ഒക്കെ എപ്പോഴത്തും വന്ന് മിക്സ് ആവും. അപ്പൊ ഓൾറെഡി ഞാൻ ഈ കാൽസ്യം ഓക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ഒക്കെ എത്ര ഉണ്ട് എന്ന് ഞാൻ അളന്നിട്ടാണ് അതിൽ വെച്ചിട്ടുണ്ടാവുക. അപ്പൊ ആഫ്റ്റർ മിക്സിങ്, അതായത് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡും വരുന്ന വാട്ടർ ഒക്കെ മിക്സ് ആയതിന് ശേഷം ഞാൻ ഇതിനടുത്ത് അളക്കും. അപ്പൊ എനിക്ക് കിട്ടുമല്ലോ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ഉണ്ടായത്, എത്ര വാട്ടർ ഉണ്ടായത്. കാരണം ആദ്യം ഞാൻ ഇതിൽ 50 ഗ്രാം ഇട്ട് റിയാക്ഷന്റെ ശേഷം അതൊരു 100 ഗ്രാം ആയി എനിക്ക് മനസ്സിലായി എക്സ്ട്രാ വന്നത് 50 ഗ്രാമാണ്. അപ്പൊ അതാണ് ആ കാർബൺ ഡൈ ഓക്സൈഡ് വന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ്, വന്ന വാട്ടറിന്റെ അളവ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ആ ഒരു കഥ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ പേഴ്സൻറ്റേജിലേക്ക് മാറ്റുക? നമ്മൾ പേഴ്സൻറ്റേജ് ഓഫ് കാർബൺ കണ്ടുപിടിക്കാൻ ഇക്വേഷനിലേക്ക് നോക്കിയാൽ മതി. ആദ്യം മെത്തേഡിന്റെ പേര് ഞാൻ പറഞ്ഞു. ഓക്കെ, അറ്റോമിക് നമ്പർ ആണ് കാർബണിന്റെ 12 നമ്മൾ എങ്ങനെയാണ് ഇവിടെ കാർബണെ കണ്ടുപിടിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് രൂപത്തിലാണ് കാർബണെ കിട്ടുന്നത്. 12/44 അറിയാലോ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലർ മാസ് ഇൻറ്റു മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോംഡ്. എത്ര കണ്ടുപിടിക്കാൻ എങ്ങനെ ഞാൻ പറഞ്ഞു. ഓക്കെ, അതൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി എന്നൊക്കെ നിങ്ങളോട് പറയും. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എത്ര ഉണ്ടായി ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. നമ്മൾ ആദ്യം എടുത്ത ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ടോട്ടൽ മാസ് എത്ര ഇൻറ്റു 100 ചെയ്താൽ എത്ര പെർസെന്റേജ് കാർബൺ ആണ് നമ്മുടെ ആ ഓർഗാനിക് കോമ്പൗണ്ടിൽ ഉള്ളത് എന്ന് കിട്ടും. ഇതേപോലെ നമ്മൾ ഹൈഡ്രജന്റെ കണ്ടുപിടിക്കുക. ഹൈഡ്രജൻ നമ്മൾ എങ്ങനെ കിട്ടുന്നത്? വാട്ടർ ആയിട്ടാണ് കിട്ടുന്നത്. ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ H2 അല്ലേ? H2O ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ H2 ആണ്. അപ്പൊ 2 ഗ്രാം ആണ് ഹൈഡ്രജൻ ഉള്ളത്. അതാണ് ഇവിടുത്തെ 2 ഡിവൈഡ് ബൈ വാട്ടറിന്റെ മോളിക്കുലർ മാസ് 18 ഇൻറ്റു എത്രയാണ് അവിടെ വാട്ടർ ഉണ്ടായത്? മാസ് ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്, നമ്മൾ ആദ്യം എടുത്ത ഓർഗാനിക് കോമ്പൗണ്ടിന്റെ അളവ് ഇൻറ്റു 100. മക്കളെ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി, ബാക്കിയൊക്കെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ഈ സാധനത്തിന്റെ പേരും ഈ ഒരു മെത്തേഡിന്റെ പേരും. ഓക്കെ, റെഡി ആണെന്ന് വിചാരിക്കുന്നു. ഇനി മക്കളെ ഇതേപോലെയാണ് ബാക്കിയുള്ളതൊക്കെ. എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ, എത്ര അളവ് നൈട്രജൻ ഉണ്ടായി എന്നങ്ങനെ കണ്ടെത്താം. ഇവിടെ നിങ്ങളോട് ചോദിക്കുന്ന 2 ചോദ്യങ്ങളും ആ മെത്തേഡും അവിടെ ചോദിക്കുന്ന ഒരു ട്രിക്കി ചോദ്യവും സാർ ആദ്യം പറഞ്ഞുതരാം. നൈട്രജൻ എത്ര ഉണ്ട് എന്ന് കണ്ടെത്താനായിട്ട് 2 മെത്തേഡുകൾ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒന്ന് ഡ്യൂമാസ് മെത്തേഡ്, മറ്റൊന്നാണ് ജെൽദാൽസ് മെത്തേഡ്. പേരാദ്യം പഠിച്ചു വെക്കാം. നൈട്രജന് വേണ്ടിയിട്ടാണ് 2 മെത്തേഡും. എന്താ വ്യത്യാസം? ഡ്യൂമാസ് മെത്തേഡിലൂടെ നമ്മൾ നൈട്രജൻ ഉണ്ടോ ഇല്ലയോ, നൈട്രജന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുമ്പോൾ അവിടെ നൈട്രജൻ എന്ത് രൂപത്തിലാണ് പുറത്തേക്ക് വരിക? N2, അതായത് നൈട്രജൻ ഗ്യാസ് രൂപത്തിലാണ് പുറത്തു വരുന്നത്. ഡ്യൂമാസ് മെത്തേഡിൽ നമുക്ക് നൈട്രജനെ നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടിൽ നിന്ന് കിട്ടുന്നത് നൈട്രജന്റെ രൂപത്തിലാണ്, N2 നൈട്രജൻ ഗ്യാസ് രൂപത്തിലാണ്. എന്നാൽ അതിൽ ജെൽദാൽസ് മെത്തേഡിൽ നമുക്ക് കിട്ടുന്നത് അമോണിയയുടെ രൂപത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ജെൽദാൽസ് മെത്തേഡിൽ നമുക്ക് നൈട്രജനെ നമുക്ക് കിട്ടുന്നത് അമോണിയയുടെ രൂപത്തിലാണ്. ഓക്കെ, ആ 2 വ്യത്യാസങ്ങൾ മനസ്സിലാക്കാം. ഇനി ബാക്കി കാര്യം എങ്ങനെ നമ്മൾ നൈട്രജന്റെ കണ്ടുപിടിക്കാം? ഇവിടെ ശരിക്കും നമ്മൾ എന്താ ചെയ്യുന്നത്? ഡ്യൂമാസ് മെത്തേഡിൽ നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടിനെ ഹീറ്റഡ് വിത്ത് കോപ്പർ ഓക്സൈഡ് വെച്ച് ഹീറ്റ് ചെയ്യുന്നു ഇൻ അറ്റ്മോസ്ഫിയർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ, സോ ദാറ്റ് ഫ്രീ നൈട്രജൻ, അപ്പൊ നൈട്രജൻ അവിടെ ഉണ്ടാകുന്നു. ഓക്കെ, ഇത്രയും കഴിഞ്ഞു. ഇനി നമ്മൾ പെർസെന്റേജ് ഓഫ് നൈട്രജൻ കാണാൻ 28 എന്ന് പറഞ്ഞാൽ N2, ഇവിടെ ഫോം ചെയ്യുന്ന നൈട്രജന്റെ മാസ് പറഞ്ഞാൽ N2 അല്ലേ? 28 ഡിവൈഡ് ബൈ 22400 എന്ന് പറയുമ്പോൾ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ ഒരു ത്വര ഉണ്ടാവും. തൽക്കാലം ഇപ്പൊ ഇങ്ങനെ ഇത്ര മനസ്സിലാക്കിക്കോ. ഇവിടെ നമ്മൾ വോളിയം ഒക്കെ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാം 22.4 ലിറ്റർ ആണ് എന്ത് STPയിലെ 1 മോളിന്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പൊ ആ ലിറ്ററിനെ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇതിനെ എന്ത് ചെയ്യുന്നതാണ്? മില്ലി ലിറ്ററിലേക്ക് മാറ്റി കൊണ്ടുപോകണമാണ്. എന്തിലേക്ക് മാറ്റുന്നതാണ്? മില്ലി ലിറ്ററിലേക്ക് മാറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മില്ലി ലിറ്ററിലേക്ക് മാറ്റണമെങ്കിൽ എന്താ ചെയ്യാ? ഒരു ലിറ്ററിന് മില്ലി ലിറ്ററിലേക്ക് മാറ്റണമെങ്കിൽ 1000 കൊണ്ട് ഗുണിക്കും അല്ലേ? അപ്പൊ ഇതിന് 1000 കൊണ്ട് ഗുണിക്കുന്നതാണ് 22400 എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഉള്ള സാധനം. അപ്പൊ എന്തിനാ സാർ ഇതൊക്കെ ചെയ്യുന്നത്? അങ്ങനെ ഓവറായിട്ട് നിങ്ങൾ അറിയാനുള്ള ടെൻഡൻസി ഒക്കെ ഉള്ളവർ നിങ്ങൾ പേഴ്സണൽ ആയിട്ട് ചോദിക്കുക, സാർ പറഞ്ഞു തരണം. ഞാൻ എക്സാം ഓറിയന്റഡ് ആയിട്ട് പറയുന്നതാണ്. അപ്പൊ ഇക്വേഷൻ നിങ്ങൾ കാണാൻ പഠിക്കുക. 28 ഡിവൈഡ് ബൈ 22400 ഇൻറ്റു വോളിയം ഓഫ് ഗ്യാസ് ആയിട്ടാണല്ലോ നൈട്രജൻ കിട്ടുക. അതിനോട് വോളിയത്തിലേക്ക് പോയി. വോളിയം ഓഫ് N2 അറ്റ് STP, അവിടെ ഉണ്ടായിട്ടുള്ള നൈട്രജൻ ഗ്യാസിന്റെ വോളിയം എത്ര ഡിവൈഡ് ബൈ നമ്മൾ ആദ്യം എടുത്ത നമ്മളുടെ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ടോട്ടൽ മാസ് എത്ര ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് പെർസെന്റേജ് ഓഫ് നൈട്രജൻ കിട്ടും. ഇതെന്താണ്? ഡ്യൂമാസ് മെത്തേഡാണ്. എന്നാൽ അത് നേരെ മാറുകയാണ്. ഇത് ജെൽദാൽസ് മെത്തേഡ്. അത് ജെൽദാൽസ് മെത്തേഡ് എന്താ? ജസ്റ്റ് ഈ റിയാക്ഷനിലൂടെ പറഞ്ഞുതരാം. ഒരാളിനോട് ചോദിച്ചിരുന്നു, സാറേ ഷോർട്ട് ആയിട്ട് പറഞ്ഞുതരും ജെൽദാൽസ് മെത്തേഡ്. ഈ ഒറ്റ റിയാക്ഷൻ നോക്കിയാൽ മതി. നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുക,
സൾഫ്യൂരിക് ആസിഡുമായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമുക്ക് അമോണിയം സൾഫേറ്റ് കിട്ടും. അതിലേക്ക് NaOH സോഡിയം ഹൈഡ്രോക്സൈഡായിട്ട് അത് ട്രീറ്റ് ചെയ്യാം. നമുക്ക് സോഡിയം സൾഫേറ്റും അമോണിയ ഗ്യാസും കിട്ടും. ഓക്കെ, അങ്ങനെ കിട്ടിയ അമോണിയ ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും സൾഫ്യൂരിക് ആസിഡായിട്ട് മിക്സ് അമോണിയം സൾഫേറ്റ് ആക്കി വെക്കുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു മൈൻഡിൽ ഒരു സാധനം എടുക്കണം, ഇവിടെ സൾഫ്യൂരിക് ആസിഡ് എന്ന ആസിഡ് നമ്മൾ യൂസ് ചെയ്യുന്നതിനുള്ളൊരു ബോധം നിങ്ങൾ മനസ്സിൽ വേണം ജൽദാൽസ് മെത്തേഡിൽ. ഓക്കെ, ബാക്കി കാര്യങ്ങൾ ഞാൻ സെറ്റ് ചെയ്ത് തരാം. പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ കാണാൻ ജൽദാൽസ് മെത്തേഡ് അനുസരിച്ചുള്ള ഇക്വേഷൻ എന്താണ്? അപ്പൊ മെത്തേഡ് ഏതാ നോക്കണം കേട്ടോ. അപ്പം ക്വസ്റ്റ്യൻ അഥവാ ഈ ഒരു ഇക്വേഷൻ വന്ന് ഇന്നേ വരെ ചോദിച്ചിട്ടില്ല. ഇനി അഥവാ ചോദിക്കുകയാണെങ്കിലും നിങ്ങൾ ആലോചിക്കേണ്ടത് ഏത് മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യേണ്ടത് നോക്കുകയാണെങ്കിൽ, ക്വസ്റ്റ്യനിൽ തന്നത് നൈട്രജൻ ഗ്യാസിന്റെ വോളിയൊക്കെ ആണെങ്കിൽ അത് ഡ്യൂമാസ് മെത്തേഡാണ്. ക്വസ്റ്റ്യനിൽ തന്നത് അമോണിയ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണ് അതാണെങ്കിൽ, അല്ലെങ്കിൽ നോർമാലിറ്റി അല്ലെങ്കിൽ നമ്മളുടെ സൾഫ്യൂരിക് ആസിഡ് നോർമാലിറ്റിക്കാണ് തന്നതെങ്കിൽ ജൽദാൽസ് മെത്തേഡാണ്. പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ കണ്ടെത്താൻ 1.4 ഇൻറ്റു എങ്ങനെ സംഖ്യ വന്നതെന്നൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ കുറച്ചധികം അതിൽ ഡീപ്പായിട്ട് പോകണം. അതിന്റെ ആവശ്യമില്ല, ഇക്വേഷൻ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് പഠിച്ചു വെക്കുക തന്നെ, വേറെ നിവർത്തിയില്ല ഇപ്പൊ നമുക്ക്. ഓക്കെ, 1.4 ഇൻറ്റു നോർമാലിറ്റി ഓഫ് ആസിഡ്. സാർ ഇതെങ്ങനെ ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ, ഇൻറ്റു വോളിയം ഓഫ് ആസിഡ്. നമ്മൾ എത്ര വോളിയം ഇവിടെ എടുത്തണല്ലോ, ആസിഡ് എടുത്തണല്ലോ, ആ ആസിഡ് എത്ര വോളിയം നമ്മൾ എടുത്തത് ഒക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. മീൻസ് അതൊക്കെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവുന്ന അർത്ഥം. നിങ്ങൾക്ക് ഈ ഇക്വേഷൻ മാത്രമേ നിങ്ങൾക്ക് അറിയേണ്ടുള്ളൂ. ഡിവൈഡഡ് ബൈ നമ്മൾ എന്താണ്, യൂസ് ദ മാസ് ഓഫ് സബ്സ്റ്റൻസ് ടേക്കൺ. നമ്മൾ ആദ്യം മൊത്തത്തിൽ എടുത്ത പിന്നെ ഇതിന്റെ കോമ്പൗണ്ടിന്റെ മാസ് എത്ര, അത് ചെയ്താൽ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ കിട്ടും. ഏത് മെത്തേഡ് അനുസരിച്ചാ? ജൽദാൽസ് മെത്തേഡ് അനുസരിച്ച്. പക്ഷെ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടൊരു ചോദ്യം വരാൻ വളരെ റയർ ആയിട്ടേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് ചോദിച്ച കാര്യമുണ്ട്. ജൽദാൽസ് മെത്തേഡ് എന്തിന്റെ എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്, നൈട്രജന്റെ എന്ന് പറയാൻ പറ്റണം. ഡ്യൂമാസ് മെത്തേഡും നൈട്രജന്റെ എന്ന് പറയാൻ പറ്റണം. ഇനി നേരെ തിരിച്ചും ചോദിക്കും, റേറ്റ് എനി 2 മെത്തേഡ്സ് ഫോർ, അല്ലെങ്കിൽ റേറ്റ് എനി 1 മെത്തേഡ് ഫോർ ഡിറ്റക്ഷൻ, എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ. എസ്റ്റിമേഷൻ എന്ന് ചോദിക്കാം, അതല്ലെങ്കിൽ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് ചോദിക്കാം. മക്കളെ വ്യത്യാസം മനസ്സിലാക്കി വെക്കണേ. ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിറ്റക്ഷൻ ആണ്. ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഉണ്ടോ ഇല്ലേ, അതായത് ഷഫീഖ് ഇവിടെ ഉണ്ടോ ഇല്ലേ അങ്ങനെ പറയുന്നത്. അപ്പൊ സ്റ്റുഡിയോ തുറന്നിട്ട് ഷഫീഖ് സാർ ഇവിടെ ഉണ്ട്, അതാണ് ഡിറ്റക്ഷൻ. ഞാൻ എത്രത്തോളം ഇവിടെ ഉണ്ട് അതാണ് ക്വാണ്ടിറ്റേറ്റീവ്. ഇനി എത്ര മാസ് ഇവിടെ ഉണ്ട് അതാണ് ക്വാണ്ടിറ്റേറ്റീവ്, അതാണ് എസ്റ്റിമേഷൻ. വ്യത്യാസം മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ എസ്റ്റിമേഷൻ ഏതാണ് മെത്തേഡ്, നൈട്രജൻ്റെത് ഡ്യൂമാസ് അല്ലെങ്കിൽ ജൽദാൽസ്. നമ്മൾ വ്യത്യാസം എന്താ, ഡ്യൂമാസിലാവുമ്പോൾ നൈട്രജൻ ആയിട്ടാണ്, നൈട്രജൻ ഗ്യാസ് ആയിട്ടാണ് അവിടെ ഫോം ചെയ്യുന്നത്. ജൽദാൽസ് മെത്തേഡ് അനുസരിച്ചാണ് അമോണിയ ആയിട്ടാണ് നൈട്രജൻ അവിടെ പുറത്തേക്ക് വരുന്നത്. ഓക്കെ, ഇനി നൈട്രജന്റെ തന്നെ നിങ്ങളോട് ചോദിക്കുന്നത് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണെങ്കിലോ, ഡിറ്റക്ഷൻ ഓഫ് നൈട്രജൻ ആണെങ്കിലോ അത് ലെസൈൻസ് ടെസ്റ്റ് ആണ്. റെഡി, മാറിപ്പോയത്, മറന്നു പോയത്. റെഡി, കൃത്യമായി സാറ് പറയുന്നുണ്ട് കേട്ടോ എന്തൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടത് എന്നുള്ളത്. പിന്നെ ഇക്വേഷൻ ഞാൻ ഇവിടെ ഇങ്ങനെ ഇട്ടുന്നുള്ളൂ. അപ്പൊ ഇക്വേഷൻ നിങ്ങളോട് ഇമ്പോർട്ടന്റ് ആയുള്ള ഇക്വേഷൻ ഇപ്പൊ ചോദിച്ചിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രോബ്ലം ആയിട്ട് ചോദിച്ചിട്ടുള്ളത് കാർബണും ഹൈഡ്രജന്റെയും പെർസെന്റേജ് ആണ്. അപ്പൊ ഈ രണ്ടെണ്ണങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചോണ്ട് ഇക്വേഷൻ കേട്ടോ. ഓക്കെ, റെഡി. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ മാരത്തോളം ചെയ്യുന്നുണ്ട്. ആ സമയത്ത് സാർ പറഞ്ഞു തരുന്നുണ്ട്. എസ്റ്റിമേഷൻ ഓഫ് ഹാലജൻസ്, അതിന് എന്താ മെത്തേഡിന്റെ പേര് പഠിച്ചു വെച്ചോ, കാരിയസ് മെത്തേഡ്. മാറിപ്പോല. ഡിറ്റക്ഷൻ ഓഫ് ഹാലജൻ ലെസൈൻസ് ടെസ്റ്റ്, എസ്റ്റിമേഷൻ ഓഫ് ഹാലജൻ കാരിയസ് മെത്തേഡ്. ഓക്കെ, ഈ മെത്തേഡിന്റെ പേര് മാത്രം നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ പഠിച്ചു വെക്കുക. ബാക്കിയൊക്കെ നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ ഒഴിവാക്കി. ഓക്കെ, റെഡി. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഒരു ഓർഗാനിക് കോമ്പൗണ്ട്, നമ്മളെ തന്ന ഓർഗാനിക് കോമ്പൗണ്ട് ഏതാണോ അതിനെടുക്കുക. അതിനെ ഹീറ്റിംഗ് വിത്ത് ഫ്യൂമിംഗ് നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും നമ്മളെ മിക്സറിനാണ് നമ്മൾ ഫ്യൂമിംഗ് നൈട്രിക് ആസിഡ്. ദ പ്രസൻസ് ഓഫ് സിൽവർ നൈട്രേറ്റിന്റെ പ്രസൻസിലായിരിക്കണം. ഓക്കെ, അത് എന്തിലാണ് ആ ഒരു ഇതൊക്കെ ചെയ്യുന്നത്, കാരിയസ് ട്യൂബിലാണ് ചെയ്യുക. ഓക്കെ, പ്രത്യേക തരം ട്യൂബാണ് മനസ്സിലാക്കി വെക്കുക. ഇനി മക്കളെ നോക്കിയടാ, നോക്ക്, ഇതിലുള്ള ആ കോമ്പൗണ്ടിൽ ഓർഗാനിക് കോമ്പൗണ്ട് ആകുമ്പോൾ തീർച്ചയായിട്ടും ആരുണ്ടാവും, കാർബണും ഉണ്ടാവും, ഹൈഡ്രജൻ ഉണ്ടാവും. അതൊക്കെ എന്താവും, അതൊക്കെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഒക്കെ ആയിട്ട് പോകും. അത് നമുക്ക് വേണ്ട. അതിലുള്ള ഹാലജൻ എന്താവും, ഹാലജൻസ് എന്തായിട്ട് മാറും, ഹാലജൻ, നമുക്ക് ഹാലജൻ ആണുള്ളത്, അത് സിൽവർ ഹാലൈഡ്. ഇതൊരു ചോദ്യമായിട്ട് വരാറുണ്ട്, മക്കളെ ശ്രദ്ധിച്ചു വെച്ചു. എസ്റ്റിമേഷൻ ഓഫ് ഹാലജനില് ഹാലജൻസ് എന്തായിട്ടാണ് രൂപം കൊള്ളുന്നത്, അതല്ലെങ്കിൽ കാരിയസ് മെത്തേഡില് ഹാലജൻസ് എന്തായിട്ടാണ് ഉണ്ടാകുന്നത്, AgX. അപ്പൊ ക്ലോറിൻ ആണെങ്കിൽ AgCl, അയോഡിൻ ആണെങ്കിൽ AgI, ബ്രോമിൻ ആണെങ്കിൽ AgBr. ഇങ്ങനെ ഇതൊന്ന് ഓർത്തു വെച്ചോ, ഇത് ചോദ്യം വന്നിട്ടുണ്ട്. AgCl ആയിട്ടോ AgBr ആയിട്ടോ AgI ആയിട്ടോ ആണ് കാരിയസ് മെത്തേഡിൽ നമ്മളെ ഹാലജൻസ് ഫോം ചെയ്യുന്നത്. റെഡിയാണോ, സെറ്റാണോ?
ഓക്കെ, അപ്പം ചോദ്യം വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിന്റെ ഉള്ളിൽ നിന്നൊക്കെ എങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ ഇത് മുഴുവനായിട്ട് കാണാൻ പഠിച്ച ഒരു കുട്ടിക്ക് ഇത് എഴുതാൻ പറ്റുമല്ല, ഇതിനൊരു ഐഡിയ ഉള്ള കുട്ടിക്ക് എഴുതാം. ഓക്കെ, റെഡി ആണല്ലോ. പിന്നെ നിങ്ങൾക്ക് ക്ലോറിന്റെ പെർസെന്റേജ് കാണുന്ന ഇക്വേഷൻ, ബ്രോമിന്റെ പെർസെന്റേജ് കാണുന്ന ഇക്വേഷൻ, അയോഡിന്റെ പെർസെന്റേജ് കാണുന്ന ഇക്വേഷൻ ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ തന്നിട്ടുള്ളതൊക്കെ ഇതൊക്കെ അറ്റോമിക് വെയിറ്റ് ഓഫ് ക്ലോറിന്, അതായത് ബ്രോമിന്, അതേപോലെ തന്നെ അയോഡിനൊക്കെയാണ്. ഓക്കെ, താഴെ തന്നിട്ടുള്ളത് അത് നമ്മളിപ്പം AgCl ആണെങ്കിൽ അതിന്റെ മാസമാണ് 143.5, AgBrന്റെ മാസമാണ് 188, AgIന്റെ മാസമാണ് 235. ഓക്കെ, പിന്നെ എന്താണ്, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യടാ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. അപ്പോൾ നമുക്ക് ഇത് ഈ 3 ഇക്വേഷൻ വെച്ച് നിങ്ങളോട് കാരിയസ് മെത്തേഡ് അനുസരിച്ച് നിങ്ങളോട് കാൽക്കുലേഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എളുപ്പ വഴി എന്താണ്, ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ക്ലോറിന്റെ ആണെങ്കിൽ AgCl ആണ് ഫോം ചെയ്യുക. മാസ് നിങ്ങൾക്ക് തരും, നിങ്ങൾ കാണാൻ പഠിക്കണ്ട. അപ്പം ക്ലോറിന്റെ മാസ് ഡിവൈഡഡ് ബൈ AgClന്റെ മാസ് ഇൻറ്റു എന്താണ് മാസ് ഓഫ് AgCl ഫോംഡ്, എത്ര AgCl ഉണ്ടായി. അപ്പോൾ അത് അവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. ഡിവൈഡ് ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്, നമ്മൾ ആദ്യം എടുത്ത ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ടോട്ടൽ മാസ് എത്ര ഇൻറ്റു 100. അപ്പോൾ ക്ലോറിന്റെ പെർസെന്റേജ് കിട്ടി. ബാക്കിയൊക്കെ അതേമാതിരി പഠിക്കാൻ എളുപ്പമാണ്. ബ്രോമിൻ Br8 ഡിവൈഡ് ബൈ 188, എന്തിന്റെ മാസാണ് AgBr, ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇൻറ്റു മാസ് ഓഫ് AgBr, എത്ര AgBr ആണ് ടോട്ടൽ ഉണ്ടായത്, അതും ക്വസ്റ്റ്യൻ ഉണ്ടാവും. നിങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടുള്ളൂ, നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഓർമ്മ ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, പരീക്ഷന്റെ തൊട്ട് മുമ്പ് ആയതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ ഇപ്പൊ തന്നെ പഠിച്ചാൽ നാളെ ഓർമ്മ ഉണ്ടാവും. ഓക്കെ, ഡിവൈഡ് ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു 100, അത് അയഡിൻ ആകുമ്പോൾ അയഡിന്റെ മാസ് ഡിവൈഡ് ബൈ AgI, സിൽവർ അയഡൈഡിന്റെ മാസ് ഓഫ് AgI ഫോംഡ്, മൊത്തം എത്ര AgI ഉണ്ടായി ഡിവൈഡ് ബൈ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ മാസ് ഇൻറ്റു 100. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇവനെ മറന്നു പോകണ്ട. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, ഇയാളെ മറന്നു പോകണ്ട. നമുക്ക് എന്തായിട്ടാണ് നമ്മളുടെ കാരിയസ് മെത്തേഡിൽ ഹാലജൻ ഫോം ചെയ്യുന്നത് വെച്ചാൽ AgX അഥവാ സിൽവർ ഹാലൈഡ്, സിൽവർ ക്ലോറൈഡ്, സിൽവർ അയഡൈഡ്, സിൽവർ ബ്രോമൈഡ്, അങ്ങനെയൊക്കെ. ഓക്കെ, റെഡി ആണെന്ന് വിചാരിക്കുന്നു. ഇനി അവസാന ഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് എസ്റ്റിമേഷൻ ഓഫ് സൾഫറിന്റെ എസ്റ്റിമേഷനും ഏത് മെത്തേഡിലൂടെ തന്നെയാണ് കാരിയസ് മെത്തേഡ്. കാരിയസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക മക്കളെ, കാരിയസ് ട്യൂബ് പറഞ്ഞ ട്യൂബ് ഉണ്ട്, ആ ട്യൂബ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എസ്റ്റിമേഷൻ നടത്തുമ്പോഴാണ് കാരിയസ് മെത്തേഡായി മാറുന്നത്. അപ്പോൾ സൾഫറിന്റെ മെത്തേഡ് എന്താ, സൾഫറിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുക, അതിനെന്താ ചെയ്യേണ്ടത്, ഓർഗാനിക് കോമ്പൗണ്ടിന് ഹീറ്റഡ് കാരിയസ് ട്യൂബിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്യുക. ഓക്കെ, ചൂടാക്കുക. എന്തിന്റെ പ്രസൻസിലാണ്, സോഡിയം പെറോക്സൈഡ്, ഫ്യൂമിംഗ് നൈട്രിക് ആസിഡ്. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞ പോലൊക്കെ തന്നെയാണ്, നേരത്തെയും ഫ്യൂമിംഗ് നൈട്രിക് ആസിഡിന്റെ പ്രസൻസിലാണ് ചൂടാക്കിയത്, ഇവിടെയും ഫ്യൂമിംഗ് നൈട്രിക് ആസിഡ് എടുത്താൽ മതി. നേരത്തെ ഹാലജൻ ആകുമ്പോൾ അവിടെ എങ്ങനെയാണ് ഫോം ചെയ്തത്, AgX ആയിട്ടാണ് ഫോം ചെയ്തത്. ഇനി ഇവിടെ സൾഫർ ആണ് എന്താ നടക്കാൻ പോണത്, സൾഫർ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാകും. സൾഫർ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചൂടാക്കി കഴിഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാകും. ഓക്കെ, ഇനി എന്താ, ആ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടായി നമ്മളെങ്ങനെ അറിയാം, നമുക്ക് കണ്ടാ അറിയില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ബേരിയം സൾഫേറ്റ് ആയിട്ട് നമ്മൾ അതിനെ പ്രസിപ്പിറ്റേറ്റ് ആക്കാൻ പോവാണ്. എന്ത് ആഡ് ചെയ്താൽ, ബേരിയം ക്ലോറൈഡ്. നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്, സൾഫേറ്റ് SO4 ഉണ്ടായിട്ടുണ്ടെങ്കിൽ SO4 ഉള്ള ഒരു കോമ്പൗണ്ടിലേക്ക് ബേരിയം ക്ലോറൈഡ് ഒഴിച്ചാൽ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ടുള്ള ബേരിയം സൾഫേറ്റ് ഉണ്ടാവും. അതാണ് ഇവിടെ സൾഫറിന്റെ ഡിറ്റക്ഷൻ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്കിതാ ഈ കാര്യം ഒന്നും ഇപ്പൊ നിങ്ങൾ നോക്കണ്ട, സാറിതാ ഈ പറയുന്ന പോയിന്റ് പഠിക്കുക. എന്നാ എൻ്റെ ഒപ്പം പഠിച്ചോട്ടോ. ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുക, കാരിയസ് ട്യൂബിൽ ഹീറ്റ് ചെയ്യുക. കാരിയസ് മെത്തേഡ് തന്നെയാണ് സൾഫറിന്റെ മെത്തേഡ് എന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, അപ്പൊ കാരിയസ് മെത്തേഡ് എന്തിന്റെ പ്രസൻസിലാണ്, ഫ്യൂമിംഗ് നൈട്രിക് ആസിഡോ അല്ലെങ്കിൽ സോഡിയം പെറോക്സൈഡോ, ഇത്ര ഓർത്ത് വെക്കെ. അപ്പൊ നമുക്ക് അവിടെ എന്ത് കിട്ടും, സൾഫ്യൂരിക് ആസിഡ് സൾഫേറ്റ് ആയിട്ട് മാറും എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതിലേക്ക് എന്ത് ചേർക്കുന്നു, ബേരിയം ക്ലോറൈഡ് ചേർക്കുന്നു. സാർ പറയുന്ന പോയിന്റ് ഇങ്ങനെ മനസ്സിലേക്ക് കൊടുക്കുക. അപ്പൊ എന്ത് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ടുള്ള ബേരിയം സൾഫേറ്റ് ഉണ്ടാവും. ഇത്രയും മണം കഴിഞ്ഞു. ആ പ്രസിപ്പിറ്റേറ്റ് എടുക്കുക, നമ്മളതിനെ വാഷ് ചെയ്യുക, ഉണക്കുക, തൂക്കി വെക്കുക. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പോണത്, നമ്മൾ അടുത്ത പരിപാടി പെർസെന്റേജ് ഓഫ് സൾഫർ. സൾഫറിന്റെ പെർസെന്റേജ് കാണാൻ സൾഫറിന്റെ മാസ് 32 ഡിവൈഡ് ബൈ ബേരിയം സൾഫേറ്റ്. അങ്ങനെയാണല്ലോ അപ്പൊ സൾഫർ. മക്കളെ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം വരാം, ടഫ് ആവുകയാണെങ്കിൽ ഇന്നേ വരെ ചോദിച്ചില്ല, എന്നാലും സാർ ഇവിടെ എഴുതി തരാണ്. കാരിയസ് മെത്തേഡിൽ ഹാലജൻ എന്ത് ഫോമുല ഉണ്ടാവുന്നത്, AgX. സൾഫർ എന്ത് ഫോമുല, BaSO4 ആയിട്ടാണ് ഉണ്ടാവുന്നത്. ഈ BaSO4 എടുത്തിട്ടാണ് നമ്മൾ സൾഫറിന്റെ പെർസെന്റേജ് കാണുന്നത്. ഇത്ര പെർസെന്റേജ് ഉണ്ടായിരുന്നു, 32 ഡിവൈഡ് ബൈ 233 ആണ് BaSO4 മാസാണ്. ഇൻറ്റു മാസ് ഓഫ് ബേരിയം സൾഫേറ്റ്, എത്ര ബേരിയം സൾഫേറ്റ് ഉണ്ടായി, ഡിവൈഡ് ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു 100. അപ്പോൾ നമ്മൾ കാരിയസ് മെത്തേഡിലെ എല്ലാ ഇക്വേഷനും ഒരേപോലെയാണ്, കോമ്പൗണ്ട് ഇങ്ങനെ മാറണമെന്നുള്ളൂ. ഓക്കെ, റെഡി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സൾഫറിന് എന്ത് ചെയ്യുന്നത്, ഡിറ്റക്ട് ചെയ്യുന്നത്. ഇനി അവസാനമായി സാർ ഫോസ്ഫറസിന്റെ ഡിറ്റക്ഷനും കൂടി പറയാണ്. മക്കളെ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല, എങ്കിലും സാർ പറയുന്ന കാര്യം ഒന്ന് ഓർത്തു വെച്ചോ. നോക്കണം മക്കളെ, ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുന്നു, അതിന് നമ്മൾ ഫ്യൂമിംഗ് നൈട്രിക് ആസിഡുമായിട്ട് ഹീറ്റ് ചെയ്യുന്നു. ഓക്കെ, ആ ഫോസ്ഫറസ് ഉണ്ടെങ്കിൽ
മക്കളെ അവിടെ എന്തുണ്ടാകും? ഫോസ്ഫോറിക് ആസിഡ് ഉണ്ടാകും അങ്ങനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അതിലേക്ക് നമ്മൾ എന്ത് ചേർക്കുന്നു? അമോണിയ ആൻഡ് അമോണിയം മോളിബ്ഡേറ്റ് ചേർക്കുമ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യും? അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റ് ഫോം ചെയ്യുന്നു. ഓക്കെ, അത് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് ഉണ്ടാകുന്നു. മക്കളെ ഈ 4 ഹൈലൈറ്റ് ചെയ്ത കാര്യം നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട് എടുത്തിട്ട് ഫ്യൂമിൻ നൈട്രിക് ആസിഡുമായിട്ട് അഥവാ ഓക്സിഡേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫോസ്ഫറസ് ഉണ്ടെങ്കിൽ ആ കോമ്പൗണ്ട് അവിടെ എന്തുണ്ടാക്കും? ഫോസ്ഫോറിക് ആസിഡ് ഉണ്ടാക്കും. അപ്പൊ അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അമോണിയയും അമോണിയം മോളിബ്ഡേറ്റും ചേർത്താൽ അവിടെ നമുക്കൊരു അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അപ്പൊ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഫോസ്ഫറസിന്റെ പെർസെന്റേജ് അപ്പൊ ഇവിടെ എങ്ങനെയാണ് നമുക്ക് അവസാനം നമ്മളെ ഫോസ്ഫറസ് എന്തിന്റെ ഉള്ളിലാ ഉള്ളത്? അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റിന്റെ ഉള്ളിൽ. വലിയ കോമ്പൗണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഫോസ്ഫറസിന്റെ പെർസെന്റേജ് കാണാൻ ഫോസ്ഫറസിന്റെ അറ്റോമിക് മാസ് 31 ഡിവൈഡ് ബൈ അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റിന്റെ മാസാണ് 1877 ഇൻറ്റു നമുക്ക് കിട്ടിയ ടോട്ടൽ അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റ് എത്ര ഉണ്ട് അതിനെ ഡിവൈഡ് ബൈ നമ്മൾ ആദ്യം എടുത്ത ഓർഗാനിക് കോമ്പൗണ്ടിന്റെ വെയിറ്റ് ഇൻറ്റു 100. അപ്പൊ കാരിയസ് മെത്തേഡിലെ കാൽക്കുലേഷൻ അതേപോലെയൊക്കെ തന്നെയാണ് ഇത്. അപ്പൊ എല്ലാ ഇക്വേഷനും ഏകദേശം ഒരേപോലെയാണ്. അപ്പൊ ആ ഒരു ഐഡിയ വെച്ച് അങ്ങ് ക്വസ്റ്റ്യനിൽ ഈ സംഭവങ്ങളൊക്കെ വാല്യൂസ് ഒക്കെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും, ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് ഈ പറയുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. മക്കളെ ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മളുടെ എല്ലാവിധ പാറ്റേണുകളും മാറി മറിച്ചുകൊണ്ടാണ് നമ്മൾ എക്സാമ്പിൾ നിന്നുകൊണ്ടിരിക്കുന്നത്. പേടിപ്പിക്കല്ല, പക്ഷെ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെയൊക്കെ പഠിച്ചു പോകുന്ന കുട്ടികൾക്ക് അത് എളുപ്പമായിരിക്കും. പക്ഷെ അതല്ലാണ്ട് ഇങ്ങനെയൊക്കെ ചോദ്യം വരാകൂ എന്ന് പ്രതീക്ഷിച്ച് പോകുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ടഫായിരിക്കും. ഓക്കെ, റെഡി? അപ്പൊ എന്തായാലും ഇന്നത്തെ മാരത്തോണിലും മറ്റൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഉഷാറാക്കി ഇതൊക്കെ പഠിച്ചെടുക്കാനുണ്ട്. സോ മക്കളെ ആ ലൈവിൽ എല്ലാവരും വേണം, എല്ലാവരും വരും എന്നുള്ള ഉറപ്പുണ്ട്. എന്തായാലും നമുക്ക് നല്ല രൂപത്തിൽ എക്സാം എഴുതാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. എല്ലാവിധ വിശ്വാസം നിങ്ങൾക്ക് തരികയാണ്. സോ കാണാം ഇനിയും. സൈനിങ് ഓഫ്.